So next topic is multiplication theorem. Multiplication theorem. Okay, so multiplication theorem is somewhat similar to our conditional probability. Okay, so conditional probability we know how to find conditional probability of E given that F is already occurred. P of E by F. And the P of E by F, P of E intersection F by P of F. This was the equation. And what is P of F by E equation? F by E equation P of F intersection E. Same. E intersection F intersection E same. Only difference is that P of E. So, in both these two cases, we this equation rearrange P of E intersection F in a result. P of E intersection of which is equal to P of E by F into P of E by F into P of F. And P of E intersection F is equal to this result is also possible. P of F, P of E into P of F. And the equations are okay. So what is E intersection F in the probability in the that is E and F E and F are events. E and F are events that are associated with a random space. Random experiment ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് events ആണ് E and F. Okay, but event E യും event F ഉം ഒരുമിച്ച് നടക്കാനുള്ള probability ആണെന്ത്? Probability of E intersection F. And that is equal to P of E into P of F by E. Otherwise, P of F into P of E by F. Okay. അങ്ങനെ ചിന്തിച്ചാൽ മതി. P of E എന്ന് പറയുന്ന ഇവന്റ് നടന്നു കഴിഞ്ഞു. That is P of E ആണ് അതിന്റെ probability. Now അടുത്ത ആരാണ്? F ആണ് നടക്കേണ്ടത് അല്ലേ? So E എന്നുള്ള ഇവന്റ് നടന്നു കഴിഞ്ഞു, then F ന്റെ probability. Okay. Now if മൂന്നാമത്തെ ഇവന്റ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, E intersection F intersection G. മൂന്നാമത്തെ ഒരു ഇവന്റ് കൂടി ഉണ്ട് എങ്കിൽ how will be our നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? Yes, ഞാൻ പറഞ്ഞു E intersection F അർത്ഥം എന്താ? ഇവന്റ് E യും ഇവന്റ് F ഉം ഒരുമിച്ച് നടക്കണം അല്ലേ? That is ഇവന്റ് E നടന്നു കഴിഞ്ഞു, P of E അതിന്റെ പ്രോബബിലിറ്റി അല്ലേ? P of F by E എന്ന് അർത്ഥം എന്താ? ഇവന്റ് E നടന്നു കഴിഞ്ഞു, then F നടക്കാനുള്ള പ്രോബബിലിറ്റി. Similarly, E intersection F intersection G എങ്ങനെ ചെയ്ത? Yes, ഫസ്റ്റ് ഇവന്റ് P of E അത് നടന്നു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്താണ് നടക്കേണ്ടത് F ആണ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് F such that E ആദ്യം E നടന്നു കഴിഞ്ഞില്ലേ? E എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി ഒക്കെയാണ് F by E. Now മൂന്നാമത്തെ ഇവന്റ് G അല്ലേ? probability of G such that G നടക്കുന്ന സമയത്ത് E യും സംഭവിച്ചു കഴിഞ്ഞു, F ഉം സംഭവിച്ചു കഴിഞ്ഞു അല്ലേ? That is P of G by E intersection F അഥവാ EF. Okay, so this is the equation for finding probability of occurrence of three events E, F and G. Okay, ഈ രണ്ട് ഇക്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് വിളിക്കുന്നത്. സിമ്പിൾ. ഓക്കെ, കണ്ടീഷൻ പ്രോബബിലിറ്റി തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ രണ്ട് ഇവൻസ് ഒരുമിച്ച് നടക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, P of E intersection F. എങ്ങനെ ഇക്വേഷൻ വരാം? ആദ്യം ഫസ്റ്റ് ഇവന്റിന്റെ പ്രോബബിലിറ്റി P of E ഇൻറ്റു ഇനി അടുത്ത ഇവന്റ് നടക്കണം, F നടക്കണം അല്ലേ? അപ്പോൾ P of F ശ്രദ്ധിക്കുക, F നടക്കണമെങ്കിൽ യെസ് ഞാൻ പറഞ്ഞു എന്താ? E ആദ്യം നടന്നിരിക്കണം അല്ലേ? P of F by E. മൂന്ന് ഇവന്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ P of E യുടെ പ്രോബബിലിറ്റി എഴുതി, then F നടക്കണം അല്ലേ? P of F such that E ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. Now next P of G such that E യും F ഉം സംഭവിച്ചു കഴിഞ്ഞു, P of G by EF. Okay, so this was about multiplication theorem. Okay, now അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും നമ്മുടെ കാർഡ്സ്, ഡെക്ക് ഓഫ് കാർഡ്സ് ചീട്ടില്ലേ, അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ അറിയില്ലേ? കാർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ദർ വിൽ ബി 52 കാർഡ്സ്. 52 കാർഡ് ഉണ്ടാവും അല്ലേ? 26 ബ്ലാക്ക് ആയിരിക്കും, 26 എന്തായിരിക്കും? റെഡ് ആയിരിക്കും അല്ലേ?
ഈ 26 ബ്ലാക്കിനകത്ത് 13 സ്പേഡ് അല്ലേ, 13 ക്ലബ്ബ്. ഈ 26 13 യെസ് ഹാർട്ട് വരും, 13 ഡയമണ്ട് വരും. ഓക്കെ, ഈ 13 സ്പേഡിനകത്ത് ഇറ്റ് വിൽ ബി 1 മുതൽ 10 വരെ ഡിജിറ്റ് കാർഡ് ഉണ്ടാവും. അതുപോലെ എന്തുണ്ടാവും, കിങ്, ക്യൂന്, ജാക്ക് അല്ലേ. ഈ 1 എന്ന് പറയുന്ന നമ്പർ കാർഡ് നമ്മൾ വിളിക്കുന്ന പേരാണത് ഏസ് അല്ലേ. അതുപോലെ ഈ 13 ക്ലബിനകത്ത് ഉണ്ടാവും യെസ് 1 മുതൽ 10 വരെ ഡിജിറ്റ് കാർഡ് ഉണ്ടാവും. അതുപോലെ കിങ്, ക്യൂന്, ജാക്ക് 13. ഇതും അതുപോലെ 1 മുതൽ 10 വരെ കിങ്, ക്യൂന്, ജാക്ക്, 1 മുതൽ 10 വരെ കിങ്, ക്യൂന്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എത്ര കിങ് എന്ന് പറയുന്ന എത്ര കാർഡ് ഉണ്ട്? കിങ് എന്ന് പറയുന്നത് 4 കാർഡ്, ക്യൂ എന്ന് പറയുന്നത് 4 കാർഡ്, ജാക്ക് എന്ന് പറയുന്നത് 4 കാർഡ്. ഓക്കെ, now how many aces are there? aces എന്ന് പറഞ്ഞാൽ എന്താ, ഡിജിറ്റ് 1 കേട്ടോ. ഡിജിറ്റ് 1 വരുന്ന കാർഡിനെ നമ്മൾ എന്ത് പറയുന്നത്, aces അല്ലേ. അതായത് ഇവിടെ ഒരു ഏസ് ഉണ്ടാവും, ഇവിടെ ഒരു ഏസ് ഉണ്ടാവും, ഇവിടെ ഒരു ഏസ് ഉണ്ടാവും, ഒരു ഏസ് ഉണ്ടാവും. ഒറ്റ ചിഹ്നം മാത്രമേ ഉണ്ടാവും അല്ലേ. സ്പേഡാണെങ്കിൽ സ്പേഡിന്റെ ചിഹ്നം മാത്രം വരുന്ന കാർഡ്, ഒറ്റ സ്പേഡിന്റെ ചിഹ്നം മാത്രം. ഓക്കെ, ദാറ്റ് ഈസ് ഏസസ്. അപ്പോൾ ദിസ് വാസ് അബൌട്ട് അവർ ഡെക്ക് ഓഫ് കാർഡ്സ്. ഡെക്ക് ഓഫ് കാർഡ്സിന്റെ അറേഞ്ച്മെന്റ് ആയിരുന്നു. നോട്ട് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, മറന്നുപോയിട്ടുണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. അപ്പോൾ ഞാൻ 2 ഇവന്റ്സ് എടുക്കുകയാണ്. ഇവന്റ് ഇ സച്ച് ദാറ്റ് getting an ace, and event f, ഒരു ഇവന്റ് ഞാൻ എടുത്തു getting an ace, and അടുത്ത ഇവന്റ് ഞാൻ എടുക്കുകയാണ് getting a spade. അറിയാലോ, നേരത്തെ പറഞ്ഞില്ലേ spade. Okay, so event e getting an ace, and event f getting a spade. F is an event getting spade. Okay, so what is probability of E? Probability of E, അതായത് 52 കാർഡുള്ള ഷീറ്റിനടിയിൽ നിന്ന് ഞാനൊരു കാർഡ് എടുക്കുന്നു. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ദാറ്റ് ഗെറ്റിംഗ് ഇറ്റ് ആസ് ഏസ് കിട്ടാനുള്ള ചാൻസ് അല്ലേ. ഇറ്റ് ഈസ് ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. അതിൽ എത്ര ഏസ് വരുന്നുണ്ട്? 1 2 3 4 ഏസ്. ദാറ്റ് ഈസ് 4/52. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/13 അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗെറ്റിംഗ് ആൻ ഏസ് എത്രയാണ്? 1/13. പ്രോബബിലിറ്റി ഓഫ് ഇ I get it as 1/13. Now what is probability of F? Probability of getting spade. Spade കിട്ടാനുള്ള ചാൻസ് എന്താ? ടോട്ടൽ 52 കാർഡ് ഉണ്ട് അല്ലേ. അതിൽ എത്ര സ്പേഡ് കാർഡ് ഉണ്ട്? 13 സ്പേഡ് കാർഡാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ പോരെ. ഫേവറബിൾ ഔട്ട്കം is 13. 13/52 കട്ട് ചെയ്തതിനാൽ I get it as 1/4. That is probability of F is equal to 1/4. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇങ്ങനെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഒരു ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുത്തു, അത് ഏസ് ആണുള്ള സാധ്യത 1/13, സ്പേഡ് ആണുള്ള സാധ്യത 1/4. ഓക്കെ ആണല്ലോ. ഇനി +2 നമ്മൾ പഠിച്ച കണ്ടീഷൻ ആണ് കണ്ടീഷണൽ പ്രോബിലിറ്റി അല്ലേ. ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് P ഓഫ് E/F? P ഓഫ് E/F, പ്രോബിലിറ്റി ഓഫ് E/F. എന്താ ഇക്വേഷൻ? പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F by P of F അല്ലേ. ശ്രദ്ധിക്കുക, എന്താ E/F കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ ഒരു കാർഡ് വലിക്കുന്നു അല്ലേ. ആ കാർഡ് വലിച്ചപ്പോൾ F എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. then what is the probability of E? അതാണ് P of E/F അല്ലേ. ഞാൻ കാർഡ് എടുക്കുന്നു അല്ലേ. ആ കാർഡ് എടുക്കുന്ന സമയത്ത് F സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡ് എന്താണ്? that card is spade. ഞാൻ വലിക്കുന്ന കാർഡ് എന്താണ്? സ്പേഡ് ആണ്. ഓക്കെ, നൗ ശ്രദ്ധിക്കുക, എത്ര സ്പേഡ് കാർഡ് ഉണ്ട്? there are 13 സ്പേഡ് കാർഡ്സ്. ഓക്കെ, നൗ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് E? E എന്ന് പറയുന്നത് getting an ace. ഈ സ്പേഡിൽ നിന്ന് ഒരു ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, സ്പേഡിൽ നിന്ന് among these cards ഒരു ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, there is only one ace card, the probability is 1/13 അല്ലേ. നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം, ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. what is E intersection F? E intersection F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇവന്റ് ഇയും ഇവന്റ് എഫും ഒരുമിച്ച് നടക്കണം അല്ലേ. ദാറ്റ് ഈസ് ഞാൻ വലിക്കുന്ന കാർഡ് ഇറ്റ് ഷുഡ് ബി എ ഏസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്പേഡ്. സ്പേഡ് കാർഡ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം എന്തായിരിക്കണം ഏസും ആയിരിക്കണം അല്ലേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ വരിക നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് അല്ലേ? മൊത്തം 52 കാർഡ് ഉണ്ട്. അതിൽ യെസ് എത്ര എണ്ണമാണ് സ്പെയ്ഡും അതുപോലെ ഏസും ആവുന്നത്? അറ്റ് ദ സെയിം ടൈം അത് സ്പെയ്ഡും ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം അത് ഏസും ആയിരിക്കണം. അങ്ങനെ ഒറ്റ കാർഡ് ഉണ്ട് അല്ലേ? പോസിബിലിറ്റീസ് 1/52. വാട്ട് ഈസ് പി ഓഫ് എഫ്? പി ഓഫ് എഫ് നമ്മൾ കണ്ടുപിടിച്ചത് ദാറ്റ് ഈസ് 1/4 അല്ലേ? ഇത് കട്ട് ചെയ്തതിനാൽ ഐ ഗെറ്റ് ആൻസർ ആസ് 1/13. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പി ഓഫ് ഇ ബൈ എഫ് അല്ലേ? പി ഓഫ് ഇ ബൈ എഫ് ആണ് ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ആസ് 1/13. അതായത് എഫ് എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. എഫ് എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. Then what is the probability of E എന്നായിരുന്നു ക്വസ്റ്റ്യൻ. And I get it as 1/13 which is exactly the probability of E. അല്ലേ? ഇയുടെ പ്രോബബിലിറ്റി ഉണ്ടല്ലേ 1/13? യെസ് അല്ലേ? അപ്പോൾ എഫ് എന്ന ഇവന്റ് സംഭവിച്ചതുകൊണ്ട് ഇയുടെ പ്രോബബിലിറ്റിയിൽ എന്തില്ല? ചേഞ്ച് വന്നിട്ടില്ല അല്ലേ? എഫ് എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചുകൊണ്ട് ഇയുടെ പ്രോബബിലിറ്റി എന്തിനു മാറ്റം വന്നു? ഇയുടെ പ്രോബബിലിറ്റി എന്താ? 1/13 തന്നെയാണ്. ദാറ്റ് ഈസ് 1/13 തന്നെയാണ്. ഓക്കെ, ഇൻ ദ സിമിലർ വേ ഇഫ് പി ഓഫ് എഫ് ബൈ ഇ ചെയ്ത് നോക്കി, പി ഓഫ് എഫ് ബൈ ഇ ചെയ്ത് നോക്കി എന്താ വരിക? യെസ്, എന്താ പി ഓഫ് എഫ് ബൈ ഇയുടെ കൺസെപ്റ്റ്? പി ഓഫ് എഫ് ബൈ ഇ യെസ് എന്താണ്? പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ ബൈ പി ഓഫ് ഇ അല്ലേ? എഫ് ഇന്റർസെക്ഷൻ ഇ ഞാൻ പറഞ്ഞു അറ്റ് ദ സെയിം ടൈം എഫ് എന്നുള്ള ഇവന്റ് സാറ്റിസ്ഫൈ ചെയ്യണം, ഇ എന്നുള്ള ഇവന്റ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇയും എഫും ഒരുമിച്ച് നടക്കണം. ഇയും എഫും ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ that card should be ace and that card should be spade. സ്പേഡും ആയിരിക്കണം ഏസും ആയിരിക്കണം. അങ്ങനെ ഒറ്റ കാർഡ് ഉള്ളൂ അല്ലേ? that is probability is 1/52. what is probability of E? probability of E നമ്മൾ കണ്ടുപിടിച്ചു 1/13 അല്ലേ? ഇത് ക്യാൻസൽ ചെയ്തതിനാൽ ഇതിന്റെ ആൻസർ is 1/4. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക probability of F given that E already happened എനിക്ക് എന്ത് കിട്ടി? 1/4. 1/4 is nothing but probability of F itself അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ എന്താ? എഫിന്റെ പ്രോബബിലിറ്റി തന്നെയാണ്. ശ്രദ്ധിക്കുക ഇവിടെ സെയിം കൺസെപ്റ്റ് നമ്മളിവിടെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ഇ എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി ഹാപ്പൻ, ഓൾറെഡി നടന്നു കഴിഞ്ഞു. സ്റ്റിൽ എഫിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ആൻഡ് ഗോട്ട് ഇറ്റ് ആസ് 1/4 which is the actual probability of F itself അല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് ഇവന്റ്സ് ഇ ആൻഡ് എഫ്. ഓക്കെ, ഇവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എഫ് എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു. ആൻഡ് ഐ ചെക്ക് ദി പ്രോബബിലിറ്റി ഓഫ് ഇ. എനിക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി 1/13 കിട്ടി. ദാറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഇ ഇറ്റ്സെൽഫ്. ഹിയർ എന്താ ചെക്ക് ചെയ്തേ? ഇ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് എഫ്? എനിക്ക് എന്ത് കിട്ടി? 1/4. ദാറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് എഫ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന രണ്ട് ഇവന്റ്സ് ഇ ആൻഡ് എഫ് അല്ലേ? ഇവിടെ ഞാൻ എടുത്ത രണ്ട് ഇവന്റ്സും ശ്രദ്ധിക്കുക, ഗെറ്റിംഗ് ആൻഡ് ഏസ് ആൻഡ് ഗെറ്റിംഗ് ആൻഡ് സ്പേഡ്. ഈ രണ്ട് ഇവന്റ്സും എന്ത് ഇവന്റ്സ് ആണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അതായത് ഇവരുടെ പ്രോബബിലിറ്റി ഇറ്റ് നെവർ എഫക്ട് ദി അതർ ഇവന്റിന്റെ പ്രോബബിലിറ്റി എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഇവന്റ് ഒക്കർ ചെയ്തു അല്ലേ? ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് വിൽ എഫക്ട് ദി പ്രോബബിലിറ്റി ഓഫ് ഇ. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻ ടേംസ് ഓഫ് എന്താണ്? പ്രോബബിലിറ്റി ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് പറയുന്നത്. അപ്പോൾ ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ യെസ് ഒന്നിന്റെ പ്രോബബിലിറ്റി മറ്റൊന്നിന്റെ പ്രോബബിലിറ്റി എന്ത് ചെയ്യുന്നില്ല? എഫക്ട് ചെയ്യുന്നില്ല. അതായത് ഒന്നിന്റെ ഒക്കറൻസ് മറ്റൊന്നിന്റെ പ്രോബബിലിറ്റിയെ എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് ഡോണ്ട് കൺഫ്യൂസ് ദിസ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് വിത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവും ഇൻഡിപെൻഡന്റ് ഇവന്റ്സും സെയിം ആണെന്ന് ധരിക്കരുത് കേട്ടോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അഥവാ ഡിസ്ജോയിന്റ് സെറ്റ്സ് ഞാൻ പറഞ്ഞു അല്ലേ? നമ്മൾ +1 പഠിച്ചിരുന്നു ഡിസ്ജോയിന്റ് അഥവാ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ? രണ്ട് ഇവന്റ്സ് ആ രണ്ട് ഇവന്റ്സിന് കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല എങ്കിൽ, ദാറ്റ് ഈസ് രണ്ട് ഇവന്റ്സ് ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഇല്ല എങ്കിൽ അത്തരം ഇവന്റുകളെ നമ്മൾ എന്താ വിളിക്കുക? ഡിസ്ജോയിന്റ് അഥവാ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഈസ് ഡിഫറെന്റ്. ഇൻഡിപെൻഡന്റ് എന്താണ്? രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആവുന്ന കണ്ടീഷൻ എന്താ? ഒന്നിന്റെ ഒക്കറൻസ് മറ്റേ ഇവന്റിന്റെ പ്രോബബിലിറ്റിയെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അത്രയും ഇവന്റ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ആൻഡ് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേട്ടോ. ഇത് വേറെ കൺസെപ്റ്റ് ആണ്, ഇത് വേറെ കൺസെപ്റ്റ് ആണ്. ഇത് സ്ട്രിക്ട്ലി ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റിയെ ബേസ് കൊണ്ട് മാത്രമുള്ള കൺസെപ്റ്റ് ആണ് ഇത് ഇൻഡിപെൻഡന്റ്.
independent events. Okay, so ശ്രദ്ധിക്കുക. So the point that we are discussing here, ഇവിടെ യെസ് ഞാൻ ഈ ഇൻ ബിറ്റ്വീൻ വാല്യൂ ഒക്കെ മാറ്റിയാണ് കേട്ടോ, ശ്രദ്ധിക്കാം, ഒരു കൺസെപ്റ്റ് പറയാനാണ്. പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ, എനിക്ക് എന്തോ ഒരു ഇക്വേഷൻ പി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഇ ഈസ് ഈക്വൽ ടു യെസ് പി ഓഫ് ഇ ഞാൻ ഇങ്ങോട്ട് എടുത്ത പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ബൈ ഇ അല്ലേ. പി ഓഫ് എഫ് ബൈ ഇയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി, പി ഓഫ് എഫിനെ കിട്ടി. സോ ഇൻസ്റ്റെഡ് ഓഫ് പി ഓഫ് എഫ് ബൈ ഐ ക്യാൻ റൈറ്റ് ആസ് പി ഓഫ് എഫ്. ഓക്കെ, നൗ ഹിയർ ഇവിടെ പി ഓഫ് ഇ ബൈ എഫ് അല്ലേ, പി ഓഫ് ഇ ബൈ എഫിന്റെ ഇക്വേഷൻ ഇ ഇന്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 1/13. 1/13 എന്താണ്, പി ഓഫ് ഇ തന്നെയല്ലേ, പി ഓഫ് ഇ തന്നെയല്ലേ. സോ അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിനെ ഐ ക്യാൻ റൈറ്റ് ഇക്വേഷൻ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് മാറ്റിയിട്ടുണ്ട്, എഴുതിക്കൂടെ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിയറം ഹിയർ കേട്ടോ. ശ്രദ്ധിക്കുക, രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ, if two events E and F, okay, if they are independent, then നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് രണ്ടും ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് that is it will never affect the occurrence of other P of E into P of F. P of E intersection F. ഇപ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ത് വരും, P of E into P of F. If they are not independent അല്ല എങ്കിൽ what will be P of E intersection of? ഇവിടെയാണ് നമ്മൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞത് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചില്ലേ, P of E intersection of is equal to yes ഇയും നടക്കണം എഫ് നടക്കണം അല്ലേ. സോ ഫസ്റ്റ് ഇയുടെ പ്രോബബിലിറ്റി ഈസ് P of E ഇൻറ്റു, ഇനി അടുത്ത എഫിന്റെ പ്രോബബിലിറ്റി എന്താ, P of F സച്ച് ദാറ്റ് ഇ ഓൾറെഡി നടന്നു കഴിഞ്ഞു അല്ലേ, P of F. ഓക്കെ, കണ്ടീഷൻസ് മനസ്സിലായോ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ P of E intersection of is equal to ജസ്റ്റ് ചെക്ക് ചെയ്യാം E of E into P of E into P of F. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് അടുത്ത എക്സസൈസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രോബ്ലം സെഷൻ, ദാറ്റ് ഈസ് 13.2. So moving on to our exercise 13.2. Exercise 13.2. എല്ലാവരും ക്വസ്റ്റ്യൻ കയ്യിൽ വെക്കുക. ഓക്കെ, exercise 13.2 first question discussing the first question. If P of A is equal to 3/5 and P of B is equal to 1/5, find P of A intersection B. Find P of A intersection B if A and B are independent events. Okay, so നമുക്ക് P of A, P of B തന്നിട്ടുണ്ട്. You are supposed to find P of A intersection B ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ വാട്ട് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്? രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ യെസ്, ഒരു ഇവന്റിന്റെ ഒക്കറൻസ് മറ്റൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് ഇഫ് ദേ ആർ ഇൻഡിപെൻഡന്റ്, P of A intersection B can be found out using P of A into P of B. അല്ലേ, A intersection B യുടെ വാല്യൂ should be equal to P of A into P of B. ഇതാണ് തിയറം, നമ്മൾ പഠിച്ചതാണ്. So here P of A intersection B is equal to 3/5 into 1/5, that is equal to 3/25. Okay, this is my answer. P of A intersection B is equal to 3/25. Simple ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, now moving on to our second one. Moving on to our second question. ക്വസ്റ്റ്യൻ എല്ലാവരും കയ്യിലെടുത്ത് വെക്കുക കേട്ടോ, കാരണം നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, two cards are drawn at random without replacement from a pack of 52 playing cards. Find the probability that both cards are black. Okay, ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ
പ്ലേയിങ് കാർഡ്സ് ചീട്ടുള്ളത് അല്ലേ. എത്ര കാർഡ് ഉണ്ടാവും? 52 കാർഡ് ഉണ്ടാവും. ദാറ്റ് സ്ട്രക്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 26 ബ്ലാക്ക്, 26 റെഡ്, 26 ബ്ലാക്കിനകത്ത് 13 സ്പേഡ്, 13 ക്ലബ്ബ്, 13 റെഡിനകത്ത് 26 റെഡിനകത്ത് 13 ഡയമണ്ട്, 13 ഹാർട്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഡിജിറ്റ് കാർഡ്, പിക്ചർ കാർഡ് എല്ലാവർക്കും ഒക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് ഇത്രേ പറയുന്നുള്ളൂ. 2 കാർഡ്സ് ഞാൻ എവിടെ നിന്ന് വരയ്ക്കുന്നു? ഈ പ്ലേയിങ് കാർഡ്സിന്റെ കട്ടിയിൽ നിന്ന് ഞാൻ 2 കാർഡ്സ് എടുക്കുന്നു. എങ്ങനെ എടുക്കുന്നത്? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കാർഡ് ഞാൻ എടുത്തു, അത് ഏതാണെന്ന് നോക്കി മാറ്റി വെച്ചു. നൗ ഇതിൽ എത്ര കാർഡാണ് ഉള്ളത്? 51 കാർഡ്. ഞാൻ വീണ്ടും ഒരു കാർഡ് എടുക്കുന്നു, നോക്കുന്നു, മാറ്റി വെക്കുന്നു. ഓക്കെ, സോ 2 കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര കാർഡ് ഉണ്ടാവും? ഇവിടെ 50 കാർഡ് ഉണ്ടാവും. സോ ഹിയർ ദർ ആർ 2 ഇവന്റ്സ് അല്ലേ, 2 ഇവന്റ്സ് ആണ്. ഫസ്റ്റ് ഇവന്റ് എന്താണ്? ഡ്രോയിങ് ഫസ്റ്റ് കാർഡ്. രണ്ടാമത്തത് ഡ്രോയിങ് സെക്കൻഡ് കാർഡ്. ഈ 2 ഇവന്റ്സും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ശ്രദ്ധിക്കുക, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. ദാറ്റ് മീൻസ് ആദ്യം ഞാൻ കാർഡ് എടുക്കുന്ന സമയത്ത് അല്ലേ, ഇപ്പൊ അത് ഗെറ്റിംഗ് ഒരു റെഡ് കാർഡ് ആവാനുള്ള ചാൻസ് എന്താ? 26/52. ഓക്കെ, ഫസ്റ്റത്തെ കാർഡ് റെഡ് ആവാനുള്ള ചാൻസ് എന്താ? 26/52. മൊത്തം 52 കാർഡിൽ 26 കാർഡാണ് എന്ത്? റെഡ്. ഓക്കെ, നൗ ഞാൻ ഒരു കാർഡ് എടുത്ത് മാറ്റി വെച്ചു, അത് റെഡ് ആണ്, ഞാൻ മാറ്റി വെച്ചു അല്ലേ. ഇനി ആ ഡെക്ക് ഓഫ് കാർഡിൽ എത്ര കാർഡ്സ് ഉള്ളത്? 51 അല്ലേ. ഇനി വീണ്ടും ഒരു കാർഡ് ഞാൻ എടുക്കാണ്, അത് റെഡ് ആവാനുള്ള ചാൻസ് എന്താ? ഇനി എത്ര കാർഡ് ഉണ്ട്? 51 കാർഡ് ഉണ്ട് അല്ലേ. അതിൽ ഒരു റെഡ് കാർഡ് ഞാൻ മാറ്റി വെച്ചു. ദാറ്റ് ഈസ് ബാക്കി എത്ര ഉണ്ട്? 25/51. ഹിയർ ദ പ്രോബബിലിറ്റി വേരീസ് അല്ലേ. ഇവിടെ 26/52 ആണ്, 25/51. സോ ദീസ് 2 ഇവന്റ്സ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. എന്താ റീസൺ? ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, കാർഡ് ഞാൻ എടുത്ത് തിരിച്ച് അതിലേക്ക് വെക്കുന്നില്ല, മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? യെസ്, വി ഹാവ് ടു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് കാർഡ്സ് ആർ ബ്ലാക്ക്. അതായത് ആദ്യം എടുക്കുന്ന കാർഡ് ബ്ലാക്ക് ആണ് ആൻഡ് രണ്ടാമത് എടുക്കുന്ന കാർഡ് എന്തായിരിക്കണം? ബ്ലാക്ക് ആണ്. യെസ്, ദിസ് ഈസ് മൈ experiment, and I want to find the probability that both cards are black. Okay, ഇപ്പോൾ 2 ഇവന്റ്സ് ഞാൻ എടുക്കുകയാണ്. സോ B1 is my event. ഇപ്പോൾ E എന്ന് പറയുന്ന ഇവന്റ് എടുക്കുകയാണ്. ഇയും F ആണല്ലോ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്നത്, അതുകൊണ്ട് E തന്നെ. getting a black card in first draw. Getting a black card in first draw. Okay, now F is the event. Getting a black card in second draw. Getting a black card in second draw. Okay, ഇപ്പോൾ ഈ 2 ഇവന്റ്സ് ഇയും എഫും they are not independent അല്ലേ. ഇൻഡിപെൻഡന്റ് അല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? എന്താ റീസൺ? ഞാൻ പറഞ്ഞു, ഇവിടെ 52 കാർഡാണ് അല്ലേ. ആദ്യം ഞാനൊരു കാർഡ് എടുക്കുന്നു, അത് ബ്ലാക്ക് ആണ്, ഞാൻ മാറ്റി വെക്കുന്നു അല്ലേ. അപ്പോൾ ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 26/52. ഓക്കെ, നൗ ഈ ഡെക്ക് ഓഫ് കാർഡിനകത്ത് എത്ര കാർഡ് ബാക്കി ഉണ്ടാവും? 51 കാർഡ്. അതിൽ 26 എണ്ണം റെഡും 25 എണ്ണം എന്തായിരിക്കും? ബ്ലാക്കും ആയിരിക്കും. Now again ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 25/51. മനസ്സിലായോ? 51 കാർഡിൽ 25 എണ്ണം എന്തുള്ളൂ? ബ്ലാക്ക് ഉള്ളൂ. ഓക്കെ, ഹിയർ ദ പ്രോബബിലിറ്റി വ്യത്യാസമല്ലേ. ഇത് ഇവിടെ ബ്ലാക്ക് കാർഡ് കിട്ടിയോണ്ടല്ലേ ഈ പ്രോബബിലിറ്റി മാറിയത്. സോ ദിസ് ഇവന്റ് എഫക്ട്സ് ദി പ്രോബബിലിറ്റി ഓഫ് ദിസ് ഇവന്റ്. അത്തരം ഇവന്റ്സ് എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ല എങ്കിൽ നമുക്കറിയാം, വി നോ ഹൗ ടു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F. P of E ഇന്റർസെക്ഷൻ F കണ്ടുപിടിക്കാൻ അറിയാം, മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ച് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. വാട്ട് ഈസ് P of E into P of F by E. Okay, ശ്രദ്ധിക്കുക, what is probability of E? അതായത് getting a black card in first draw എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 52 കാർഡാണുള്ളത്. ആ 52 കാർഡിൽ ഒരു ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 26 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും ഔട്ട് ഓഫ് 52. 26/52 ഇൻറ്റു എന്താ? P of F by E.
പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൻ ദാറ്റ് ഇ ഹാസ് ഓൾറെഡി ഒക്കേർഡ് അല്ലേ? ഇ എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഞാൻ ഈ ഡെക്ക് ഓഫ് കാർഡിൽ നിന്ന് ആദ്യം എടുക്കുന്ന കാർഡ് എന്താണ്? ബ്ലാക്ക് കാർഡ്. അത് ബ്ലാക്ക് കാർഡ് ആണ്. എന്നിട്ട് അത് തിരിച്ചതിലേക്ക് വെക്കുന്നുണ്ടോ? ഇല്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാർഡ് ഞാൻ മാറ്റി വെച്ചു. സോ റിമൈനിങ് ഇതിനകത്ത് എത്ര ഉണ്ടായിരുന്നു? ആദ്യം 26 മൊത്തം 52 കാർഡായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു ബ്ലാക്ക് കാർഡ് പോയി 25. സോ ഹിയർ ഇറ്റ് വിൽ ബി 51 കാർഡ് ഉണ്ടാവുള്ളൂ. ഹിയർ 26 റെഡും 25 ബ്ലാക്കും ആയിരിക്കും പിന്നെ ബാക്കിയുള്ളത് അല്ലേ? സോ ഇ എന്നുള്ള ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ then what is the probability of f? Yes, what is the probability of f? 25/51 25/50. So ഈ വാല്യൂ സോൾവ് ചെയ്തതിനാൽ we get the answer of p of e intersection f and that value will come around 25/102. Okay, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയാണ് ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്ന്, ഇത് സെയിം ക്വസ്റ്റ്യൻ കേട്ടോ, ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് 52 കാർഡ്സിൽ നിന്ന് ഞാൻ ഒരു കാർഡ് എടുക്കുന്നു, 2 കാർഡ്സ് വിഡ്രോ ചെയ്യുന്നു ആൻഡ് ബൈ റിപ്ലേസ്മെന്റ്, അതായത് ആദ്യം ഞാൻ ഒരു കാർഡ് എടുക്കുന്നു, അതിന് കളർ നോക്കുന്നു, അതിൽ തന്നെ വെക്കുന്നു. രണ്ടാമത്തെ ഒരു കാർഡ് എടുക്കുന്നു, അതിന് കളർ നോക്കുന്നു, അതിൽ തന്നെ വെക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാർഡ് ഡ്രോ ചെയ്തു. ആ സമയത്ത് ഇവന്റ് ഗെറ്റിംഗ് ബ്ലാക്ക് ഡ്രോ, ഫസ്റ്റ് ഡ്രോയിൽ ബ്ലാക്ക് കിട്ടണം അല്ലേ? എന്തായാലും 26/52 ഇസ് മൈ പ്രോബബിലിറ്റി. ഇപ്പോൾ ബ്ലാക്ക് കാർഡ് ആണ്, ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ വെച്ചു. ഓക്കെ, നൗ എഗെയിൻ ഞാനൊരു ബ്ലാക്ക് കാർഡ് എടുക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, തിരിച്ച് അതിലേക്ക് വെക്കുന്ന സമയത്ത് പിന്നെയും അതിനകത്ത് എത്ര കാർഡായി? 52 കാർഡായി അല്ലേ? നീ ഞാനൊരു ബ്ലാക്ക് കാർഡ് എടുക്കുന്ന സമയത്ത് പ്രോബബിലിറ്റി എപ്പോഴും തന്നെയാണ് 26/52. പ്രോബബിലിറ്റിക്ക് മാറ്റമില്ല ഇക്കും എഫിനും. ദാറ്റ് മീൻസ് ഇത് നടന്നു എന്ന് കരുതി ഇതിന്റെ പ്രോബബിലിറ്റിക്ക് മാറ്റമില്ല. ഇൻ ദാറ്റ് കേസ് ദേ ആർ ഇൻഡിപെൻഡന്റ് കേട്ടോ. ഇവിടെ ഇൻഡിപെൻഡന്റ് അല്ല എന്ന് പറയാൻ കാരണം റീസൺ ഈസ് ദാറ്റ് വി ആർ ഡ്രോയിങ് 2 കാർഡ്സ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഓക്കെ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. മനസ്സിലാക്കുക കേട്ടോ. സോ ദിസ് വാസ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു അവർ തേർഡ് വൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനും കുറച്ച് ഒരു പാസേജ് പോലെയാണ്, ശ്രദ്ധിച്ച് വായിക്കാം. എല്ലാവരും വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് വൺ. A box of orange is inspected by examining 3 randomly selected oranges drawn without replacement. ഓക്കെ, എന്താ പറയുന്നത്? ഓറഞ്ചിന്റെ പെട്ടി അത് എക്സാമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓറഞ്ചിന്റെ പെട്ടിയിൽ നിന്ന് 3 ഓറഞ്ചസ് ഞാൻ എടുക്കുന്നു. ആദ്യം ഓറഞ്ച് നോക്കും, ചെക്ക് ചെയ്യും അല്ലേ? അത് മാറ്റി വെക്കും. വേറെ ഓറഞ്ച് എടുക്കും, ചെക്ക് ചെയ്യുന്നു, ഞാൻ വേറെ മാറ്റി വെക്കുന്നു. വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. മനസ്സിലായോ? അതിൽ നിന്ന് എടുക്കുന്ന ഓറഞ്ച് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നു. അതാണ് വിത്തൗട്ട് റീപ്ലേസ്. ഓക്കെ, നൗ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് if all the 3 oranges are good, the box is approved for sale. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന 3 ഓറഞ്ചസും നല്ല ഓറഞ്ചസ് ആണ് എങ്കിൽ ആ ബോക്സ് നമ്മൾ ഇങ്ങോട്ട് എടുക്കും, മാർക്കറ്റിലേക്ക് എടുക്കും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ സെയിൽ. ഓക്കെ, യെസ്, അതർവൈസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്. ഇപ്പോൾ എടുക്കുന്ന 3 ഏതെങ്കിലും ഒന്ന് കേടാണ്, ഇപ്പോൾ ആദ്യത്തെ 2 ഗുഡാണ്, മൂന്നാമത്തെ കേടാണ് എങ്കിൽ യെസ് ഡെഫിനറ്റ്ലി ഞാനത് റിജക്റ്റ് ചെയ്യും. അത് ഞാൻ എടുക്കില്ല. ഓക്കെ, ഞാൻ റാൻഡമായിട്ട് എടുക്കുന്ന 3 അത് ഞാൻ ചെക്ക് ചെയ്ത് ഗുഡാണ് എങ്കിൽ യെസ് ആ ബോക്സ് ഞാൻ വിപണിയിൽ എത്തിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദി കണ്ടീഷൻ. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ ബോക്സ് കണ്ടെയ്നിങ് 14 ഓറഞ്ചസ്, എ ബോക്സ് കണ്ടെയ്നിങ് 15 ഓറഞ്ചസ്, എ ബോക്സ് കണ്ടെയ്നിങ് എത്ര ഓറഞ്ച് ഉണ്ട്? 15 ഓറഞ്ചസ് ഓഫ് വിച്ച് 12 ആർ ഗുഡ്. 12 എണ്ണം എന്താണ്? ഗുഡ് ആൻഡ് 3 ആർ ബാഡ്. 3 ആർ ബാഡ് will be approved for sale. ഓക്കെ, ഇപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 15 ഓറഞ്ച് ഉള്ള ഒരു ബോക്സ്, ഇതിനകത്ത് 12 ഗുഡ് ഉണ്ട്, 3 ബാഡും ഉണ്ട്. ഓക്കെ, ഇത് അപ്രൂവ് ആവണം അല്ലേ? ഇത് അപ്രൂവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് ന്യൂമറസ് ഓറഞ്ചിന്റെ ബോക്സ് ഉണ്ടാവും. എങ്ങനെ എക്സാമിൻ ചെയ്യുന്നത്? റാൻഡം ആയിട്ട് 3 ഓറഞ്ചസ് ഞാൻ എടുക്കുന്നു. ഇതിൽ 3 ഓറഞ്ചസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്ത് എത്ര ഓറഞ്ച് ഉണ്ടാവും? 12 ഓറഞ്ച് അല്ലേ? ആ 3 ഓറഞ്ച് ഞാൻ ചെക്ക് ചെയ്യുന്നു. നല്ലതാണോ?
മൂന്നും നല്ലതാണ് എങ്കിൽ യെസ്, ഈ 12 ഓറഞ്ചിൻ്റെ പെട്ടി ഞാൻ സെയിലിലേക്ക് വിടും. ഇതിലേതെങ്കിലും ഒന്ന് കേടാണെങ്കിൽ യെസ്, അതേസമയം റിജക്ട് ചെയ്യും. ഇത് വേണ്ട, ഇത് പുറത്തേക്ക് വിടാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് യെസ് ദിസ് ഓറഞ്ചിൻ്റെ ബോക്സ് അല്ലേ, ദിസ് ഓറഞ്ചിൻ്റെ ബോക്സ് എന്താണ്? യെസ്, ഇറ്റ് വിൽ പാസ് ദി ടെസ്റ്റ്. ആ ടെസ്റ്റ് പാസ് ആവാനുള്ള ചാൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 ഇവൻറ്റ്സ് ആണ്, ഇ, എഫ്, ജി. അപ്പോൾ ഇ എന്നുള്ള ഇവന്റ് എന്താ? ടേക്കിംഗ് ഫസ്റ്റ് ഓറഞ്ച്, ടേക്കിംഗ് ഫസ്റ്റ് ഓറഞ്ച് ആസ് ഗുഡ് കേട്ടോ. ഇ എന്നുള്ള ഇവന്റ് ഫസ്റ്റ് ഓറഞ്ച് ഈസ് ഗുഡ്, ഫസ്റ്റ് ഓറഞ്ച് ഈസ് ഗുഡ്. ഇനി എഫ് എന്ന് പറയുന്ന ഇവന്റ് ഇസ് ഓൾസോ എന്താണ്? എഫ് എന്ന് പറയുന്ന ഇവന്റ് ഇസ് ഓൾസോ സെക്കൻഡ് ഓറഞ്ച് ഇസ് ഗുഡ്. ഓക്കെ, ജി എന്ന് പറയുന്നതും ഓക്കെ, എന്താണ്? തേർഡ് ഓറഞ്ച് ഇസ് ഗുഡ്. ഓക്കെ, അതായത് സെലക്ടിങ് എ ഗുഡ് ഓറഞ്ച്. കളക്റ്റീവ്ലി നമുക്ക് എന്താ പറയാം? സെലക്ടിങ് എ ഗുഡ് ഓറഞ്ച്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രോയിനകത്ത് നമുക്കൊരു ഗുഡ് ഓറഞ്ച് കിട്ടുന്നു. എഫ് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് ഡ്രോയ്ക്കകത്ത്, അതായത് രണ്ടാമത് ഞാൻ എടുക്കുമ്പോൾ എനിക്കൊരു ഗുഡ് ഓറഞ്ച് കിട്ടുന്നു. തേർഡ് വൺ ഈസ് യെസ്, മൂന്നാമത്തത് എന്താണ്? മൂന്നാമത് ഞാൻ എടുക്കുമ്പോൾ എനിക്കൊരു ഗുഡ് ഓറഞ്ച് കിട്ടുന്നു. ദാറ്റ് ഈസ് ഇ എഫ്. ഇത് മൂന്നും ഗുഡ് ആണ് എങ്കിൽ ഈ പെട്ടി ഈസ് ഗുഡ് ഫോർ സെയിൽ അല്ലേ. ദാറ്റ് ഈസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഓറഞ്ച് ഗുഡ്, എഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എടുക്കുന്ന ഓറഞ്ച് ഗുഡ്, തേർഡ് ജി എന്ന് പറഞ്ഞാൽ മൂന്നാമത് എടുക്കുന്ന ഓറഞ്ച് ഗുഡ്. അപ്പോൾ ഇതിന്റെ മൂന്നിന് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന 3 ഓറഞ്ച് എന്താണ്? ഗുഡ്. ദാറ്റ് മീൻസ് ദിസ് ബോക്സ് ഈസ് ഗുഡ് ഫോർ സെയിൽ. ഓക്കെ, പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? വെദർ ദിസ് ഇ എഫ് ജി ആർ ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ എന്താ? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് എങ്കിൽ ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് അല്ല എങ്കിൽ ഇതിന്റെ എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ബൈ ഇ ഇൻറ്റു പി ഓഫ് ജി ബൈ ഇ എഫ്. ഓക്കെ, ദിസ് വാസ് ദി മെത്തേഡ്. അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് ഇ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗുഡ് ഓറഞ്ച് ഇൻ ഫസ്റ്റ് ട്രയൽ. അതായത് ഞാൻ ഈ ബോക്സിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കുമ്പോൾ എനിക്കൊരു ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള ചാൻസ് അല്ലേ. മൊത്തം എത്ര ഓറഞ്ച് ഉണ്ട്? മൊത്തം 15 ഓറഞ്ച് ഉണ്ട് അല്ലേ. ദർ ആർ 15 ഓറഞ്ചസ്. ഔട്ട് ഓഫ് വിച്ച് എത്ര എണ്ണമാണ് ഗുഡ്? 12 എണ്ണമാണ് ഗുഡ്. 12/15. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഓറഞ്ച് ഞാൻ എടുത്തു, ദാറ്റ് ഈസ് ഗുഡ്. അതാണ് പി ഓഫ് ഇ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് എത്ര ഓറഞ്ച് വരും ഇവിടെ? 14 ഓറഞ്ച്. ദാറ്റ് മീൻസ് ഇവിടെ 11 ഗുഡും ഉണ്ടാവും, 3 ബാഡും ഉണ്ടാവും. ഫസ്റ്റ് ഓറഞ്ച് ഗുഡ് ആണെങ്കിൽ യെസ്, ദിസ് ഈസ് ദി കണ്ടീഷൻ. ഓക്കെ, now what is p of f by e? f by e യുടെ കണ്ടീഷൻ എന്താ? e എന്ന് പറയുന്ന ഇവന്റ് നടന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഓറഞ്ച് ഗുഡ് ആണ്, അത് നടന്നു കഴിഞ്ഞു. ഓക്കെ, now what is the probability of f? f എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഡ്രോയ്ക്കകത്ത് നമുക്ക് എന്ത് കിട്ടണം? ഒരു ഗുഡ് ഓറഞ്ച് കിട്ടണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഓറഞ്ച് ഗുഡാണ്, അത് സംഭവിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇനി 14 ബാക്കി 11 ഗുഡും 13 ബാഡ്. ഇനി അതിൽ നിന്ന് ഒരു ഗുഡ് ഓറഞ്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? യെസ്, ദർ ആർ 14 ഓറഞ്ചസ് ഇൻറ്റു ആണ്, ഔട്ട് ഓഫ് വിച്ച് 11 ആർ ഗുഡ്. ഓക്കെ, നൗ ഇപ്പോൾ ഞാൻ 2 ഓറഞ്ച് എടുത്ത് മാറ്റിയില്ലേ, ആ 2 ഓറഞ്ച് ഗുഡാണ്. ദാറ്റ് മീൻസ് ഇവിടെ 10 ഉണ്ട്, ടോട്ടൽ ദർ ഈസ് 13. Now what is P of G bar EF? ഇയും എഫും സംഭവിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡ്രോയിലും സെക്കൻഡ് ഡ്രോയിലും എനിക്ക് എന്ത് കിട്ടി? നല്ല ഗുഡ് ഓറഞ്ച് കിട്ടി കഴിഞ്ഞു. Now what is the probability of G? G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ getting a good orange in the third attempt അല്ലേ. മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഓറഞ്ച് കിട്ടണം. മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്ന സമയത്ത് there are only 13 ഓറഞ്ചസ് ആണുള്ളത്. അതിനകത്ത് എത്ര എണ്ണമാണ് ഗുഡ് ഉള്ളത്? 10. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദിസ് ഇ എഫ് ജി എന്തല്ലാതെ പോയത്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആവാതെ പോയത് കേട്ടോ. സോ വാട്ട് വിൽ ബി ദി ആൻസർ? ഈ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദി ആൻസേഴ്സ്. ചെക്ക് ചെയ്ത് നോക്കാം. 44/91 will be the answer.
Okay, so this was our third question. Okay, now we will move to our fourth one. Fourth question le kadakam. Okay, fourth question. Then fourth question edukka. A fair coin and an unbiased die are tossed. Fair coin എന്ന് പറയുന്നത് എന്താ? ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഈക്വൽ ചാൻസ്. സാധാരണ നമ്മുടെ കയ്യിലുള്ള കോയിൻ അല്ലേ, അതിൻ്റെ ഒരു ഭാഗം ഹെഡും ഒരു ഭാഗം ടെയിൽ. ആൻഡ് അൺബയാസ്ഡ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഒരു ക്യൂബ്, ആ ക്യൂബിൻ്റെ 6 സർഫസിലും 6 ഡിഫറെൻറ്റ് നമ്പേഴ്സ് 1 2 3 4 5 6 കേട്ടോ. അപ്പോൾ അതാണ് അൺബയാസ്ഡ് ഡൈ ആൻഡ് ഫെയർ കോയിൻ. ഓക്കെ, ലെറ്റ് എ ബി ദി ഇവൻ ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദി കോയിൻ. ലെറ്റ് എ ബി ദി ഇവൻ, എ എന്ന് പറഞ്ഞ ഇവൻ എന്താണ്? എ ബി ദി ഇവൻ ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദി കോയിൻ. ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദി കോയിൻ. And B be the event, 3 on the die, 3 on the die. Check whether A and B are independent events or not. Check whether A and B are independent events or not. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് രണ്ട് എൻ്റെ എക്സ്പെരിമെൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഡൈ ഉണ്ട് അല്ലേ. സെയിം ടൈം ഞാൻ കോയിൻ ടോസ് ചെയ്യുന്നു, ഒരു ഡൈ എൻ്റർ ചെയ്യും. ഓക്കെ, സോ വാട്ട് വിൽ ബി മൈ സാമ്പിൾ സ്പേസ്? മൈ സാമ്പിൾ സ്പേസ് വിൽ ബി യെസ്. എനിക്ക് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം, ഡൈന് മുകളിൽ 1 വരാം അല്ലേ. H2 H1 H2 H3, ദാറ്റ് മീൻസ് കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടാം, ഡൈസിന് മുകളിൽ 3 കിട്ടാം അല്ലേ. H4 H5 H6 and here T1 T2 T3 means coin tail show ചെയ്യുന്നു, die 3 കാണിക്കുന്നു, that is T4 T5 T6. so this is my sample space. okay, what is the set event A എന്താണ്? event A എന്താ പറയുന്നത്? head appears on the coin അല്ലേ. ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദി കോയിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആൾക്കാരാണ്? H1 H2 H3 H4 H5 H6. These are my elements. What will be the probability of A? എന്താ എയുടെ പ്രോബിലിറ്റി വരിക? there are എത്ര സാമ്പിൾ സ്പേസ് എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 12 ഔട്ട്കംസ് ഉണ്ട്. അതിൽ എക്ക് ഫേവറബിൾ ആയിട്ട് എത്ര ഉണ്ട്? ഹെഡ് അപ്പിയേഴ്സ് ഓൺ ദി കോയിൻ എത്ര ഉണ്ട്? 1 2 3 6 ഉണ്ട് അല്ലേ. 6/12. What is B? B എന്ന് പറയുന്ന ഇവന്റ് ഏതാണ്? യെസ്, 3 on the die. Die എന്ത് ഷോ ചെയ്യണം? 3 ഷോ ചെയ്യണം അല്ലേ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹെഡ് ഓർ ടെയിൽ. ഹെഡ് ഓർ ടെയിൽ എന്ന് പറഞ്ഞിട്ടില്ല, ഡൈൻ്റെ കൂടെ ഉണ്ടായാൽ മതി, 3 ഉണ്ടായാൽ മതി അല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ്? ഹെഡ് 3 ടെയിൽ 3. ഈ രണ്ട് ഓപ്ഷനിലുള്ളൂ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി? പ്രോബിലിറ്റി ഓഫ് B will be യെസ് by 12 2/12. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? വി ഹാവ് ടു ചെക്ക് വെദർ A and B are independent ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. എന്താ ഇൻഡിപെൻഡന്റ് ആണുള്ള കണ്ടീഷൻ? ഇഫ് ദീസ് ടു ആർ ഇൻഡിപെൻഡന്റ്, P of A intersection B എന്ത് വരും? P of A intersection B will be P of A into P of B അല്ലേ. അപ്പോൾ ഇത് ചെക്ക് ചെയ്താൽ മതി. A intersection B യുടെ വാല്യൂ P of A into P of B ആണെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ P of A നമുക്കറിയാം, B നമുക്കറിയാം അല്ലേ. വാട്ട് വിൽ ബി A intersection B? A intersection B എന്ന് പറയുന്ന സെറ്റ് ചെയ്താൽ A intersection B രണ്ടേ കോമൺ ആരാ? H3 അല്ലേ. A intersection B is H3. what will be its probability? A intersection B യുടെ പ്രോബിലിറ്റി എന്ത് വരും? 1/12 അല്ലേ. 1/12 അല്ലേ. മൊത്തം 12 ഔട്ട്കംസ് ആണ്. A intersection B എന്ന് പറഞ്ഞാൽ H3, only one outcome is there, so 1/12. okay, now what is the value of P of A into P of B? P of A into P of B എത്ര വരുന്നത്? P of A is we know that 6/12. P of B is 2/12 അല്ലേ. എത്ര വരും? യെസ്, എത്ര വരും? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2. ഹിയർ 1/6. I get the answer as 1/12 എന്ന് കിട്ടും അല്ലേ. 1/12 എന്ന് കിട്ടിയില്ലേ? that is P of A into P of B യുടെ വാല്യൂ, P of A into P of B യുടെ വാല്യൂ it is same as that of P of A intersection B അല്ലേ. ഇവിടെ നോക്കി, ഇത് 1/12 ആണ്, ഇത് 1/12 ആണ് അല്ലേ. P of A intersection B യുടെ വാല്യൂ P of A into P of B ആണ്.
അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ we can say that A and B are independent. So according to this experiment, this random experiment, A യും B യും എന്താണ്? They are independent events. That is, occurrence of this event doesn't affect the probability of this event. കേട്ടോ, ഒരാളുടെ occurrence മറ്റൊരാളുടെ probability എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. That was our fourth question. Okay, moving on to our fifth one. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Fifth one. Yes, a die marked 1, 2, 3 in red. Okay, ഒരു dice. This is my dice. Okay, ഇതിൽ 1, 2, 3. Okay, ഈ മൂന്ന് സൈഡും മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് കളറിലാണ്? It is marked in red. And ഇതിന്റെ പുറകിലുള്ള വശം 4, 5, 6 കേട്ടോ, 4, 5, 6 are marked in green. Okay, a die marked 1, 2, 3 in red and 4, 5, 6 in green is tossed. അത് ഞാൻ ടോസ് ചെയ്യുന്നു. ടോസ് ചെയ്യാൻ ഡ്രോ ചെയ്യുന്നു, ഇങ്ങനെ എറിയുന്നു, ത്രോ ചെയ്യുന്നു. Let A be the event. Let A be the event. Let A be the event. Number is even. Let A be the event. Number is even. അതായത് ഡൈ ഞാൻ ത്രോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന നമ്പർ is even. Okay. Now B is the event. B is the event. The number is red. The number is red. Are A and B independent? അതാണ് ചെക്ക് ചെയ്യേണ്ടത്. whether A and B independent ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. And we know if A and B are independent, P of A intersection B will be equal to P of A into P of B. ഈ ഡാറ്റ നമുക്കറിയാം. This is the most basic equation. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ഡൈ നമ്മൾ എറിയുന്ന സമയത്ത് we get the sample space as 1, 2, 3, 4, 5, 6. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുക, സാമ്പിൾ സ്പേസ് ആയിട്ട് കിട്ടുക, ഔട്ട്കംസ് ആയിട്ട് കിട്ടുക. സോ വാട്ട് ഈസ് ഇവന്റ് എ? ഇവന്റ് എ എന്ന് പറയുന്നത് the number is even. എനിക്ക് കിട്ടുന്ന സംഖ്യ ഈവൻ നമ്പർ ആണ്. ഇപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ സെറ്റ് ഇവന്റ് എക്കകത്തുള്ള ഔട്ട്കംസ് ഏതൊക്കെ വരും? ഇറ്റ് വിൽ ബി 2, 4, 6 അല്ലേ? What will be the probability? P of A will be equal to 3/6 അല്ലേ? മൊത്തം 6 ഔട്ട്കംസ് എക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് 3 3/6. What is set B? ഇവന്റ് ബിക്ക് അക്കോർഡിംഗ് ആയിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെ വരാം? The number is red എന്നാണ് പറയുന്നത് അല്ലേ? അതായത് ഡൈ എറിയുന്ന സമയത്ത് ഇവന്റ് ബി എന്ന് പറയുന്നത് ഇവന്റ് ബി പ്രകാരം എന്താണ്? The number is red. അതായത് ആ ഡൈസിന്റെ റെഡ് സർഫസ് ആണ് നമുക്ക് കാണുന്നത് അല്ലേ? റെഡ് സർഫസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3 അല്ലേ? സെറ്റ് ബി പ്രകാരം, ഇവന്റ് ബി പ്രകാരം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് 1, 2, 3. കാരണം ഈ മൂന്നെണ്ണമാണ് നമ്മൾ റെഡ് കളർ കൊടുത്തത് അല്ലേ? 1, 2, 3. What is the probability P of B will be given as? P of B is obtained as is again 3/6. Okay. What is A intersection B? A intersection B എന്നതിൽ രണ്ടിലും കോമൺ is only 2 അല്ലേ? 2. That is P of A intersection B. P of A intersection B get as 1/6. Okay. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ P of A intersection B is equal to P of A P of B ആണ് എങ്കിൽ A and B are independent. അല്ലേ? അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. P of A and P of B. P of A into P of B എത്രയാണ് വരുന്നത്? 3/6 into 3/6 അല്ലേ? 2. That is I'm getting it as 1/4 എന്ന് എനിക്ക് കിട്ടുന്നത് അല്ലേ? P of A into P of B എത്ര കിട്ടുന്നത്? I am getting it as 1/4. പക്ഷെ നമ്മുടെ P of A intersection B യുടെ വാല്യൂ എന്താ? 1/6. രണ്ടും ഈക്വൽ ആണ് അല്ല അല്ലേ? They are different. That means A and B are not independent. A and B are not independent. അതായത് P of A P of B ചെയ്യുന്ന വാല്യൂ P of A intersection B യുടെ വാല്യൂവിനും ഡിഫറെന്റ് ആണ്. So that means these two events A and B are not independent. Okay, so that was our fifth question. Now sixth question എളുപ്പമാണ് കേട്ടോ. sixth question എളുപ്പമാണ്. ജസ്റ്റ് ഈ കണ്ടീഷൻ തന്നെ നമുക്ക് രണ്ട് ഇവന്റ്സ് E and F തന്നിട്ടുണ്ട്. And you are given probability of E as 3/5, probability of F as 3/10, intersection F തന്നിട്ടുണ്ട് 1/5. Just check
ഈ വാല്യൂ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നൗ സെവൻത്ത് വൺ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. Given that seventh question, sixth question നമ്മൾ ചെയ്യുന്നില്ല. Seventh question, given that events A and B, given that events A and B such that P of A is equal to 1 by 2, P of A union B is equal to 3 by 5, P of B is equal to P. Find P. The first question, if they are mutually exclusive. Find P if they are mutually exclusive. Okay, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, അതായത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് പി? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, പി ഓഫ് എ യൂണിയൻ ബി, ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി പ്ലസ് വണ്ണാത്ത് പഠിച്ചതാണ്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ അർത്ഥം എന്താ? സെറ്റ് എയും സെറ്റ് ബിയും ആണെങ്കിൽ ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ലാത്ത കണ്ടീഷൻ നമ്മൾ എന്ന് വിളിക്കുക എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് എന്ന് പറയാം അല്ലേ. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി 5 0 വരുന്ന കേസിനെയാണ് സെറ്റ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതർവൈസ് ആ സെറ്റ് എയും സെറ്റ് ബിയും രണ്ടും ഒരുമിച്ച് നടക്കാൻ കഴിയാത്ത സെറ്റുകൾ കേട്ടോ, അല്ലെങ്കിൽ കഴിയാത്ത ഇവന്റുകൾ, അത്തരം ഇവന്റ്സിനെ നമ്മൾ എന്ന് വിളിക്കുക മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0, ദാറ്റ് ഈസ് ദേ കാൺട്ട് ഒക്കർ ടുഗദർ, ഒരുമിച്ച് നടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 0 ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സോ എൻ്റെ ഡാറ്റാസ് ഒക്കെ അപ്ലൈ ചെയ്യണം. പി ഓഫ് എ യൂണിയൻ ബി ഇസ് 3 by 5 അല്ലേ, പി ഓഫ് എ ഇസ് 1 by 2 പ്ലസ് പി ഓഫ് ബി ഐ ഡോണ്ട് നോ ദ വാല്യൂ പി. ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ എന്താ? എ ഇന്റർസെക്ഷൻ ബി 0 കേട്ടോ, എഴുതുന്നില്ല. സോ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് പി? പി ഇസ് 3 by 5 minus 1 by 2, that will be 6 minus 5, 1 by 10. P value I got it as 1 by 10. Clear? Okay ആണോ? ഫസ്റ്റ് പോർഷൻ ക്ലിയർ ആണോ? Now അതിൽ സെക്കൻഡ് പോർഷൻ ഉണ്ട്. Find P if they are independent. Okay, find P if they are independent എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മുടെ ഇക്വേഷൻ ഈസ് P of A union B is equal to P of A plus P of B minus P of A intersection B അല്ലേ. ദിസ് വാസ് മൈ ഇക്വേഷൻ. P of A union B ഇക്വേഷൻ ആണ് P of A plus P of B minus P of A intersection B. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ ദിസ് ടേം വിൽ ബി 0. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ P of A union B യുടെ വാല്യൂ എന്താ വരിക? P of A union B യുടെ വാല്യൂ is 3 by 5 അല്ലേ. P of A യുടെ വാല്യൂ 1 by 2 പ്ലസ് P of B യുടെ വാല്യൂ നമുക്ക് അറിയില്ല P. ഓക്കെ, മൈനസ് ശ്രദ്ധിക്കുക P of A intersection B അല്ലേ. രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ P of A intersection B will be equal to P of A into P of B ആണല്ലോ. Now 3 by 5 is equal to 1 by 2 plus P minus P of A എന്ന് പറയുന്നത് എന്താണ്? 1 by 2 അല്ലേ into P, that is P by 2. Okay, so for getting the value of P, ഞാൻ ഈ 1 by 2 നെ ഇങ്ങോട്ട് എടുത്തതിനാൽ I got 1 by 10 is equal to P minus P by 2 will be P by 2 അല്ലേ. So what will be P? P will be 2 ഇങ്ങോട്ട് വന്നതിനാൽ 1 by 5. P value will be equal to 1 by 5. Clear ആണോ? Okay, so don't confuse. ഈ ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക,
മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ടു ഡിഫറെന്റ് കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് മീൻസ് ഡിസ്ജോയിന്റ് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിൽ രണ്ട് വേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ദേ ആർ സംവാട്ട് സിമിലർ. ഡിസ്ജോയിന്റ് മീൻസ് ബന്ധമില്ലാത്തത് അല്ലേ, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്തത്. ഓക്കെ, പക്ഷേ ഹിയർ ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, ഇറ്റ് സ്ട്രിക്ട്ലി ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റിയുടെ ബേസിസിലാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഡിസ്ജോയിന്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? രണ്ട് ഇവന്റ്സ് ഡിസ്ജോയിന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാൺട്ട് ഒക്കർ ടുഗദർ, അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നടക്കാൻ പറ്റില്ല, സംഭവിക്കാൻ പറ്റില്ല. ഇവിടെ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരാൾ നടന്നു ഒരാൾ സംഭവിച്ചു എന്ന് കരുതി മറ്റൊരാളുടെ പ്രോബബിലിറ്റി എന്ത് പറ്റില്ല, ബാധിക്കുകയില്ല. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, സോ please be strong with these concepts of mutually exclusive as well as independent. Okay, so we'll move to our next question. So we are moving to the next question. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ഡയറക്റ്റ് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. we'll move to our ninth question. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകണം കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ചെയ്ത് നോക്കുക. ജസ്റ്റ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. So moving on to the ninth question. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. If A and B are two events such that P of A is equal to 1/4, P of B is equal to 1/2, P of A intersection B is equal to 1/8, find P of not A and not B. P of not A and not B. Okay, so question clear ആണ്. Question clear ആണ്. P of A is equal to 1/4, P of B is equal to 1/2, P of A intersection B 1/8 ആണ് എങ്കിൽ we have to find P of not A and not B. അപ്പോൾ ശ്രദ്ധിക്കുക, not A not B അല്ലേ. ഇപ്പോൾ P of ശ്രദ്ധിക്കുക, not A എന്ന് പറയുന്നത് A അല്ലാത്തത്, that is A complement. not B എന്ന് പറയുന്നത് B അല്ലാത്തത്, that is B complement. and എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നോട്ട് എ നടക്കണം, നോട്ട് ബി നടക്കണം അല്ലേ. ദാറ്റ് മീൻസ് ദേ ആർ ഇന്റർസെക്ഷൻ. ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. കിട്ടുന്നുണ്ടോ? 1/4 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 1/8 ആണ് അല്ലേ. അപ്പോൾ they are independent. Okay, if ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട് ആണ്, നോട്ട് ചെയ്യുക. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, ഇവർ ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ then A complement and B complement, A complement and B complement are also independent. A complement and B complement are also independent. നോട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ രണ്ട് സെറ്റ്സ്, രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ അവരുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? they will be independent. So A complement B complement independent ആണ് എങ്കിൽ അല്ലേ, if they are independent, P of A complement intersection B complement will be equal to, yes, what is P of A complement into P of B complement. Okay, so ഇതിന്റെ രണ്ടിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. So what will be P of A complement? എന്താ P of A complementന്റെ വാല്യൂ വരിക? യെസ്, P of A യുടെ വാല്യൂ 1/4 ആണ് അല്ലേ. നമുക്കറിയാം സം ഓഫ് ദി പ്രോബബിലിറ്റീസ് is 1. Okay, so 1/4 ആണ് എങ്കിൽ P of A complement will be 1 minus 1/4, that is 3/4. P of B complement എത്ര വരും? യെസ്, 1 minus P of B എത്രയാണ്? 1/2 ആണ് അല്ലേ. 1 minus 1/2 will be 1/2. So what is P of A, P of B? That will be 3/4 into 1/2, and we get the answer as 3/8. Probability of A complement intersection B complement, that is P of not A and not B. നമുക്ക് കിട്ടി the value as 3/8. Okay, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇവന്റ്സ് A and B, if they are independent, അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി A കോംപ്ലിമെൻറ്റും അതുപോലെ തന്നെ B കോംപ്ലിമെൻറ്റും എന്തായിരിക്കും? they will be independent. Okay, so that was our 9th question.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ എളുപ്പമാണ്. 10th ക്വസ്റ്റ്യൻ ഇതേ കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദിസ്. ആൻഡ് മൂവിംഗ് ഓൺ ടു 11th ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനും സംവാട്ട് സിമിലർ ടു ദിസ്, ഇതേ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. അതായത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവരുടെ കോംപ്ലിമെന്റ്സ് എന്തായിരിക്കും? They will always be independent. Okay, 11ാമത്തെ ക്വസ്റ്റ്യൻ. Given two independent events A and B such that P of A is equal to 0.3, P of B is equal to 0.6. Find first question P of A and B. P of A and B. Second one P of A and not B. P of A and not B. P of A or B. Last one P of neither A nor B. Neither A nor B. P of neither A nor B. Okay, so ശ്രദ്ധിക്കുക, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പി ഓഫ് എ ആൻഡ് ബി? പി ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി അല്ലേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് ഇന്റർസെക്ഷൻ ബി ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, ദാറ്റ് ഈസ് 0.3 into 0.6, that will be 0.18. Okay, 0.18. Now second one, P of A and not B. P of A not B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is B complement അല്ലേ? And എന്നല്ലേ വന്നിട്ടുള്ളത്, that means A ആവും വേണം, and it should be not B അല്ലേ? That is A intersection B complement. ശ്രദ്ധിക്കുക, രണ്ട് ഇവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവരുടെ കോംപ്ലിമെന്റ്സ് എന്താണ്? They are independent and these two events ഇവർ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും കേട്ടോ. സോ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P of A intersection B complement is equal to P of A into P of B complement. What is P of A? P of A നമുക്ക് തന്നിട്ടുണ്ട്, it is 0.3 into എന്താ P of B complement വരിക? P of B complement, P of B 0.6 ആണെങ്കിൽ P of B complement will be 0.4. 1 minus 0.6, 0.4 അല്ലേ? So 0.3 into 0.4 will get the value as 0.12. 0.12. So third one, P of A or B. Or B or വന്നു കഴിഞ്ഞാൽ we use the symbol union. Operation union ആണ് അല്ലേ? P of A union B യുടെ ഇക്വേഷൻ എന്താ? P of A plus P of B minus P of A intersection B. This was the equation അല്ലേ? P of A എത്രയാണ്? 0.3 ആണ്. P of B എത്രയാണ്? 0.6 ആണ്. Minus what is P of A intersection B? P of A intersection B I got it as 0.18 അല്ലേ? അപ്പോൾ എത്ര വരും? 0.3 plus 0.6 എത്ര? 0.9. 0.9 minus 0.18 എത്ര വരും? That will be 0.72 അല്ലേ? 0.72. 0.72 will be the answer. Okay, now last one, since P of neither A nor B, that is P of not A and not B, that is P of not A and not B. Not എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? എയുമല്ല, നെയ്തർ എ അല്ല, നെയ്തർ ബിയുമല്ല, that is എയുമല്ല ബിയുമല്ല എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? ഇൻഡിപെൻഡന്റ് അല്ലേ? P of A complement into P of B complement അല്ലേ? P of A complement how much it will be? P of A is 0.3 ആണ്, P of A complement is 0.7 അല്ലേ? P of A complement എത്ര വരും? 0.7. So 0.7 into P of B is 0.4 അല്ലേ? That will be 0.28. Okay, so clear അല്ലേ? രണ്ട് ഇവന്റ്സ് ഇഫ് ദേ ആർ ഇൻഡിപെൻഡന്റ് അവരുടെ കോംപ്ലിമെന്റ്സ് എന്താണ്? കോംപ്ലിമെന്റ്സ് ആർ ഓൾസോ ഇൻഡിപെൻഡന്റ്. ഓക്കെ, അവരുടെ കോംപ്ലിമെന്റ്സ് ഇൻഡിപെൻഡന്റ് ആണ്. എയും ബിയുടെ കോംപ്ലിമെന്റ് ഇൻഡിപെൻഡന്റ് ആണ്. നേരെ തിരിച്ചും എ കോംപ്ലിമെന്റ് ബിയും ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്.
ഇപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി കൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സിന് എക്സാമ്പിൾ ചെയ്തു അല്ലേ. അതുപോലെ ഈ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നതിൽ നമുക്കത് ഒരുപാട് തിയറി അല്ല എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് മാത്രം മതി, അതുകൊണ്ടാണെന്ന് മാത്രം പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ 11th ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. So moving on to our 12th question, 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A die is tossed thrice. അല്ലേ, ഒരു ഡൈ 3 പ്രാവശ്യം ഞാൻ ഡ്രോ ചെയ്യാം. ഓക്കെ, 3 പ്രാവശ്യം ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ 1 1 1 1 1 2 2 2 1 4 5 6 അല്ലേ, അങ്ങനെ 3 ചോയ്സസ് വരുന്ന ഒരുപാട് വലിയൊരു സാമ്പിൾ സ്പേസ് 216 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഓക്കെ, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് an odd number at least once. Find the probability of getting an odd number at least once. അതായത് ഒരു ഡൈ ഞാൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ഓക്കെ, 3 പ്രാവശ്യം ടോസ് ചെയ്യുന്ന സമയത്ത് യെസ് എനിക്ക് പല സെറ്റ് നമ്പേഴ്സ് കിട്ടും അല്ലേ. ചിലപ്പോൾ എനിക്ക് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ 4 5 6 ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ 6 2 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും ഓഡ് നമ്പർ കിട്ടണം. ദാറ്റ് മീൻസ് ഒരു അറ്റ് ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം എന്താണ് 1. ഇറ്റ് ക്യാൻ ബി 1 ടൈം ആവാം, 2 പ്രാവശ്യം ആവാം, 3 പ്രാവശ്യം. ദാറ്റ് ഈസ് എക്സെപ്റ്റ് എന്ത് ഓഡ് നമ്പർ കിട്ടാത്ത കേസ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ് ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ. ജസ്റ്റ് ലൈക്ക് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന പോലെയാണ്. ഇഫ് ദിസ് ഈസ് എ, ദിസ് ഈസ് മൈ എ കോംപ്ലിമെന്റ് അല്ലേ. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ അല്ലേ. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ആളാണ്, ഇപ്പോൾ ഇത് ആൻ ഓഡ് നമ്പർ at least once അല്ലേ. സോ വാട്ട് വിൽ ബി എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? നോട്ട് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, നോട്ട് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ, എ കോംപ്ലിമെന്റ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ, അതായത് ഫസ്റ്റ് ട്രയൽ ആയിരുന്നു എനിക്ക് ഓഡ് നമ്പർ അല്ല കിട്ടുന്നത്, സെക്കൻഡ് ട്രയൽ ഞാൻ ചെയ്തു എനിക്ക് ഓഡ് നമ്പർ അല്ല കിട്ടുന്നത്, തേർഡ് ട്രയൽ ചെയ്തു അവിടെ എന്താണ് ഓഡ് നമ്പർ അല്ല കിട്ടുന്നത്. ദാറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് 3 പ്രാവശ്യം എനിക്ക് എന്തല്ല കിട്ടുന്നത്? 3 പ്രാവശ്യം എനിക്ക് എന്തല്ല കിട്ടുന്നത്? ഓഡ് നമ്പർ അല്ല കിട്ടുന്നത്. ആൻഡ് ദീസ് ഈവൻസ് എ കോംപ്ലിമെന്റ് അല്ലേ, ദേ ആർ ഇൻഡിപെൻഡന്റ്. കാരണം എന്താ? ഒരു പ്രാവശ്യം ഡൈ ഞാൻ ത്രോ ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ഒരു നമ്പർ കിട്ടി. ഇഫ് ഐ ഗെറ്റിംഗ് ഇറ്റ് ആസ് 2. ഓക്കെ, എനിക്കൊരു ഈവൺ നമ്പർ കിട്ടി. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇടുകയാണ്. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഈവൺ നമ്പർ കിട്ടിയതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഈവൺ നമ്പർ കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രീവിയസ് ട്രയൽ കേട്ടോ. സോ അതുകൊണ്ടാണ് ദേ ആർ ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് 1 മൈനസ് ഇൻഡിപെൻഡന്റ് ഇവൻറ്റ്സ് ആണ് എങ്കിൽ യെസ്, എങ്ങനെ നമുക്ക് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. Okay, so this is my first trial, second trial, third trial. 1 minus what is probability of a complement? അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഓഡ് നമ്പർ ഒരിക്കലെങ്കിലും കിട്ടുക അല്ലേ. ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താ? ഓഡ് നമ്പേഴ്സ് ആയിരിക്കാം 1 3 5, that is 2/6
1/3 ആണ് അല്ലേ? 1/3 is a chance of getting an odd number. അപ്പോൾ a complement എന്തൊരു 1 minus 1/3 that is 2/3. 2/3 is a chance of getting not an odd number. So p of a complement എന്ത് വരും? It will be yes. Sorry, 3/6 will be 1/2. Here 2/6 and 3/6 ആണ് അല്ലേ? That is 1/2. 1/2 is the probability. Here 1/2 ആണ് സമയത്ത് not getting an odd number എന്തിനാണ് 1/2. So p of a complement is 1/2, 1/2, 1/2 അല്ലേ? That is 1 minus 1/6. I'm getting it as 5/6. 5/6 is my probability. Okay. Sorry, 8 അല്ലേ? This is 8. 7/8. 7/8 is my probability. Okay. 2 into 2 into 2. 8 ആണ്. So question clear ആണോ? നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? We have to find the probability of getting an odd number at least once. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എന്ത് കിട്ടണം? ഓഡ് നമ്പർ കിട്ടണം. ഞാൻ 3 പ്രാവശ്യം ഡൈ ത്രോ ചെയ്യാം അല്ലേ? അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 1. ദാറ്റ് ഈസ് 3 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് കിട്ടാം, അല്ലെങ്കിൽ 2 പ്രാവശ്യം കിട്ടാം, അതും അല്ലെങ്കിൽ 3 പ്രാവശ്യം കിട്ടാം. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ അല്ലേ? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ ഓഡ് നമ്പർ. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇതിനെ സെറ്റ് ചെയ്യാന്ന് വിളിച്ചു കഴിഞ്ഞാൽ probability of getting an odd number എന്ന് വിളിച്ചു കഴിഞ്ഞാൽ what is a complement? Probability of getting not getting an odd number. Okay, not getting an odd number. ഇത് 1/2 ആണ് എൻ്റെ പ്രോബിലിറ്റി അല്ലേ? 3/6 is 1/2. So not getting odd number എത്ര വരാ? 1/2. Okay, now ശ്രദ്ധിക്കുക, ഓരോ സമയം ഞാൻ ഡൈ ഇടുന്ന സമയത്ത് യെസ് ഓരോ ട്രയലും എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? ഒന്നിൻ്റെ ഫസ്റ്റ് ട്രയലിൻ്റെ പ്രോബിലിറ്റി എനിക്ക് കിട്ടാൻ ചാൻസ് എന്താ 1/2 ആണ്. സെക്കൻഡ് ട്രയലിലും എന്താണ് ഞാൻ രണ്ടാമതും ഇടുകയാണ് അല്ലേ? അപ്പോഴും തന്നെയാണ് പ്രോബിലിറ്റി വരുന്നത് 1/2 ആണ്. ഇറ്റ് നെവർ ചേഞ്ച്. പ്രോബിലിറ്റിക്ക് മാറ്റി വരുന്നില്ല. സോ ഓരോ ട്രയലും ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ഐ ക്യാൻ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ ക്യാൻ മൾട്ടിപ്ലൈ ദയർ പ്രോബിലിറ്റീസ്. ഓക്കെ, 1/2 into 1/2 1/2 1/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൻസർ ഐ ഗോട്ട് ഇറ്റ് 7/8. ഓക്കെ, നൗ 13th one. 13th question. എല്ലാവരും 13th question എടുക്കുക. Two balls are drawn at random with replacement from a box containing 10 black and 8 red balls. Find the probability that first question both balls are red. Okay, ഇപ്പോൾ ശ്രദ്ധിക്കാം എന്താ ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനകത്ത് 10 ബ്ലാക്ക് ബോളും ഉണ്ട്, 8 റെഡ് ബോളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് 2 ബോൾസ് ഞാൻ എടുക്കുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് ശ്രദ്ധിക്കുക, 2 balls are drawn at random. 2 balls റാൻഡം ആയിട്ട് ഞാൻ എടുക്കുന്നു വിത്ത് റീപ്ലേസ്മെന്റ്. മനസ്സിലായോ? അതായത് 2 ബോൾസ് ഞാൻ എടുക്കുന്നു, അതേസമയം ഞാൻ എടുക്കുന്ന ബോൾസ് ഇപ്പോൾ രണ്ടും റെഡ് ആണെങ്കിൽ 2 റെഡ് ബോൾസ് ഞാൻ അതിലേക്ക് തന്നെ വെക്കുന്നു. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ എടുക്കുന്നതിന് നെറ്റ് എഫക്ട് ഇപ്പോൾ ഈ 10 ബ്ലാക്ക് ബോളും 8 റെഡ് ബോളും അല്ലേ? ഇപ്പോൾ 2 ബ്ലാക്ക് ബോൾ ഞാൻ എടുത്തു. സോ വാട്ട് വിൽ ബി 8 ബ്ലാക്ക് ബോൾ ഉണ്ടാവും, 8 റെഡ് ബോൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അതിലേക്ക് തന്നെ എന്ത് വെക്കുന്നുണ്ട്? ബോൾസ് വെക്കുന്നുണ്ട് കേട്ടോ. ആ 2 ബ്ലാക്ക് ബോൾസ് പിന്നെയും വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നില്ല. ഐ ആം സ്റ്റിൽ പുട്ടിങ് ഇറ്റ് ഇൻ ഹിയർ. ഈ ബോക്സിൽ തന്നെയാണ് തിരിച്ചു വെക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ റെഡ് അല്ലേ? ദാറ്റ് മീൻസ് ഞാൻ എടുക്കുന്ന B1 and B2 രണ്ട് ഇവന്റ്സ് ഞാൻ എടുക്കുകയാണ്. B1 is B1 R1 എടുക്കുക അല്ലേ? റെഡ് അല്ലേ? R1 and R2. R1 എന്ന് പറയുന്നത് getting a red ball in first draw. Okay, first ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന സമയത്ത് I am getting a red ball. Okay, R2 എന്ന് പറയുന്നത് getting red ball in second draw.
setting a red ball in second order. Okay, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? രണ്ട് ബോൾസ് എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് R1 നടക്കണം, R2 നടക്കണം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് R1 ഇന്റർസെക്ഷൻ R2. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, these two events R1 and R2 അല്ലേ, getting a red ball in first row, getting a red ball in second row, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് P of R1 into P of R2 ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ഇതിന്റെ ആൻസർ ആയി. ഇനിയിപ്പോൾ ഇൻഡിപെൻഡന്റ് അല്ല എങ്ങനെ ചെയ്യാം? P of R1 into P of R2 by R1 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഞാൻ പന്ത് എടുക്കുന്നു അല്ലേ, ബോൾസ് എടുക്കുന്നു, അതേപോലെ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു അല്ലേ. എന്താ കണ്ടീഷൻ? വിത്ത് റീപ്ലേസ്മെന്റ്, അതായത് എടുക്കുന്ന ബോൾ ഞാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചതിൽ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് റെഡ് ബോൾ എടുക്കാനുള്ള ചാൻസ് എത്രയാണ്? 8/, മൊത്തം 8 റെഡ് ബോൾസ് ആണ്. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 18 ബോൾ. 8/18 ആണ് എന്റെ പ്രോബബിലിറ്റി. ഓക്കെ, ആ റെഡ് ബോൾ ഞാൻ കണ്ടു അല്ലേ, എടുത്തു, എന്നിട്ട് തിരിച്ച ബാഗിലേക്ക് തന്നെ വെക്കുന്നത്. ഇനി രണ്ടാമതും ഞാൻ ആ റെഡ് ബോൾ എടുക്കുമ്പോൾ എന്റെ പ്രോബബിലിറ്റി എന്താ? സ്റ്റിൽ ഇറ്റ് ഈസ് 8/18. മാറുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഇപ്പൊ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ യെസ്, ദി ഇവന്റ് ഈസ് ഇൻഡിപെൻഡന്റ്, ദേ ആർ ഇൻഡിപെൻഡന്റ്. ഇനിയിപ്പോൾ റീപ്ലേസ്മെന്റ് ഇല്ല, ഞാൻ ആദ്യം ഒരു ബോൾ എടുത്തു, അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ബോളായി? 7 റെഡ് ബോളായി. ഓക്കെ, അപ്പോൾ ആദ്യം 8/18 ആയിരുന്നു. ഇപ്പം ഇനി എത്രയാണ്? ഒരു റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ദർ ആർ 7 റെഡ് ബോൾസ് ഔട്ട് ഓഫ് 17. പ്രോബബിലിറ്റി മാറി. ഓക്കെ, സോ കണ്ടീഷൻ മനസ്സിലായോ? വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ദീസ് ടു ഇവന്റ്സ് ആർ R1 and R2 ആർ ഇൻഡിപെൻഡന്റ്, ദേ ആർ ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P of R1 into P of R2. വാട്ട് ഈസ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഇൻ ഫസ്റ്റ് ഡ്രോ? എന്താ പ്രോബബിലിറ്റി? മൊത്തം 8 എണ്ണം, സോറി മൊത്തം 18 എണ്ണം, അതിൽ എത്ര എണ്ണമാണ്? റെഡ് 8. Now what is probability of getting red ball in second draw? ആദ്യം ഞാൻ ബോൾ എടുത്തു, റെഡ് ആണ് കണ്ടു, തിരിച്ചതിലേക്ക് വെച്ചു അല്ലേ. ഇനി അതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള ചാൻസ് എന്താ? യെസ്, അപ്പോഴും അതിനകത്ത് 8 ബോൾസ്, 8 റെഡ് ബോൾസ് ഉണ്ട്. ടോട്ടൽ 18 ബോൾസ്. 8/18 into 8/18. Okay, so that is the answer of first sub question. Now second question എന്താ പറയുന്നത്? The first ball is black. Second question, first ball is black. First ball is black. First ball is black. And second is red. And second is red. First ball is black and second is red. അതായത് ഞാൻ ഈ ബാഗിൽ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് ബോൾ അല്ലേ, ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആയിരിക്കണം, ആൻഡ് സെക്കൻഡ് ബോൾ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. സോ ഐ എം ഗെറ്റിംഗ് 2 events B1 and R1. B and R. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ആദ്യം എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം? ബ്ലാക്ക് ബോൾ കിട്ടണം. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് റെഡ് ബോൾ ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ് അല്ലേ. രണ്ടാമത് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം? റെഡ് ബോൾ കിട്ടണം. ദാറ്റ് ഈസ് ഇത് രണ്ടും നടക്കണമെങ്കിൽ ദാറ്റ് ഈസ് P of B ഇന്റർസെക്ഷൻ R. എഗൈൻ ഞാൻ പറഞ്ഞു ദേ ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എന്താ റീസൺ? വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. ഞാൻ ബ്ലാക്ക് ബോൾ എടുക്കുന്നു, തിരിച്ച് ബ്ലാക്ക് ബോൾ തന്നെ അതിലേക്ക് തന്നെ വെക്കുന്നുണ്ട് അല്ലേ. സോ വാട്ട് ഈസ് P of B ഇന്റർസെക്ഷൻ R if they are independent? P of B into P of R അല്ലേ. എന്താ P of B? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. മൊത്തം എത്ര ബോൾസ് ഉണ്ട്? മൊത്തം 18 ബോൾസ് ഉണ്ട് അല്ലേ. അതിൽ എത്ര ഫേവറബിൾ, എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? ഫേവറബിൾ ആയിട്ട് എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 10 എണ്ണം. ഇൻറ്റു P of R എങ്ങനെ ചെയ്യും? യെസ്, ടോട്ടൽ there are 18 balls. What is the probability of getting red ball in second attempt? അല്ലേ, ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് മൊത്തം 18 പന്തുകളുണ്ട്. അതിൽ ഫേവറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ? ഗെറ്റിംഗ് എ റെഡ് ബോൾ എത്ര ഉണ്ട് ഇവിടെ? 8 എണ്ണം. 8/18. That is you got the answer 10/18 into 8/18. Okay. Now third sub question. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? One of them
one of them is black and other is red. ഓക്കെ, ഇപ്പം ഞാൻ രണ്ട് ബോൾസ് എടുക്കുന്നു, അതിൽ ഒന്ന് ബ്ലാക്ക്, അടുത്തത് റെഡ്. ഇപ്പം രണ്ട് പോസിബിലിറ്റീസ് ആണ് അല്ലേ. ഇപ്പം ഞാൻ ബിയും ആറും എടുത്തു. ബി ഇസ് ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ഇവന്റ് ആണ് ഗെറ്റിംഗ് ബി. ആൻഡ് ആർ എന്ന് പറയുന്നത് ഇസ് ഇവന്റ് ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ കിട്ടാനുള്ള ഇവന്റ് ആണെന്ത് ആർ. ഓക്കെ, സോ പി ഓഫ് ബി ഇന്റർസെക്ഷൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ബോളും കിട്ടണം, റെഡ് ബോളും കിട്ടണം. ആൻഡ് ഇറ്റ് നെവർ ഡിറ്റർമിൻസ്, നമ്മളടുത്ത് പറയുന്നില്ല എന്ത് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് സെക്കൻഡ് അറ്റംപ്റ്റിലാണെന്ന് പറയുന്നില്ല. എന്താ കണ്ടീഷൻ? രണ്ട് ബോൾ എടുത്ത സമയത്ത് ഒരു ബോൾ ബ്ലാക്ക് ആയിരിക്കണം, ഒരു ബോൾ റെഡ് ആയിരിക്കണം. അപ്പം രണ്ട് കണ്ടീഷൻസ് വരാം അല്ലേ. ഞാൻ എടുക്കുന്ന സമയത്ത് യെസ്, ഫസ്റ്റ് ബോൾ ബ്ലാക്ക് വരാം, സെക്കൻഡ് ബോൾ റെഡ് വരാം അല്ലേ. അതുപോലെ എന്ത് വരാം? ഫസ്റ്റ് ബോൾ റെഡ് വരാം, സെക്കൻഡ് ബോൾ ബ്ലാക്ക് വരാം. ദാറ്റ് ഈസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരാം? പി ഓഫ് ബി ആർ അല്ലേ, ഫസ്റ്റത്തെ കേസ് വരാം, പ്ലസ് പി ഓഫ് ആർ ബി ഇങ്ങനത്തെ കേസും വരാം അല്ലേ. അപ്പോൾ പി ഓഫ് ബി ആർ എന്ന് വരും, അതായത് ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് ബോൾ കിട്ടി, സെക്കൻഡ് റെഡ് ബോൾ കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഈസ് 10/18 ഇൻറ്റു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഈസ് 8/18. ഓക്കെ, പ്ലസ് പി ഓഫ് റെഡ് ബോൾ ബ്ലാക്ക് ബോൾ, അതായത് ആദ്യം റെഡ് ബോൾ കിട്ടുന്നു, രണ്ടാമത്തെ ബ്ലാക്ക് ബോൾ കിട്ടുന്നു, എന്താ പ്രോബിലിറ്റി? സെയിം, 8/18 ഇൻറ്റു 10/18. Okay, so this is how we approached our 13th question. 13th question നമ്മൾ ഇങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്. Okay, good. Now moving on to the 14th question. 14th question. 14th question ശ്രദ്ധിക്കുക. Probability of solving a specific problem independently by A and B are yes 1/2 and 1/3 respectively. Okay, അതായത് probability of solving a specific problem independently by A and B. അതായത് ഒരു പ്രോബ്ലം A എന്ന് പറയുന്ന ആള് സോൾവ് ചെയ്യാനുള്ള ചാൻസസ് 1/2 അല്ലേ. പ്രോബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻ solved by A is 1/2. Simply P of A നമുക്ക് വിളിക്കാം. Okay, now probability of question solved by B അല്ലേ, ഇനി ഞാൻ P of B എന്ന് വിളിക്കുകയാണ്. that value is 1/3. Okay, ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ എയും ബിയും പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടല്ല അവർ എന്ത് ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ടുപേരും മിടുക്കന്മാർ സ്വയം തന്നെയാണ് എന്ത് നമ്മുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ദേ ട്രൈ ടു സോൾവ് ദി പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി, അതായത് അവർ സ്വയം കണ്ടുപിടിക്കാണ് കേട്ടോ, ഇൻഡിപെൻഡൻ്റ്ലി, ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് പ്രോബ്ലം ഈസ് സോൾവ്. ഫൈൻഡ് ദി പ്രോബിലിറ്റി ദാറ്റ് പ്രോബ്ലം ഈസ് സോൾവ്. ഓക്കെ, ഇപ്പം ശ്രദ്ധിക്കാം. ഇപ്പോൾ പ്രോബ്ലം ഈസ് സോൾവ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, എൻ്റെ അടുത്ത് രണ്ട് മക്കളുണ്ട്, എ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്, ബി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അല്ലേ. ഇപ്പോൾ എ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ചാൻസ് ആണ് 1/2, കൊണ്ട് 50% ആണ്. ബി ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ചാൻസസ് 1/3, ദാറ്റ് ഈസ് 33% കേട്ടോ. 1/3 എന്ന് പറയുമ്പോൾ സംതിങ് എത്ര വരും? ഓക്കെ, നൗ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി സോൾവിങ്. ഓക്കെ, അതായത് രണ്ടുപേർക്കും എന്തല്ല, ഇറ്റ് ഡസൻറ്റ് എഫക്ട് ദെയർ പ്രോബിലിറ്റി. ഇയാൾക്ക് ഉത്തരം കിട്ടി എന്ന് കരുതി ഇവനത് കിട്ടിക്കൊള്ളുന്നില്ല, ഇവനത് കിട്ടാതിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ, രണ്ട് രീതിയിലും. ഇപ്പം ഇവനത് കിട്ടി, ഉത്തരം കിട്ടി, സ്റ്റിൽ ഇവനെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട പ്രോബിലിറ്റി സ്റ്റിൽ ഇറ്റ് ഈസ് 1/3 കേട്ടോ, ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ഇഫ് ഇറ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ്, ദീസ് ടു ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ് അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോബ്ലം ഈസ് സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് സോൾവ് അല്ലേ. നോട്ട് ഗെറ്റിംഗ് സോൾവ് ഇങ്ങനെയല്ലേ വരിക?
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സോൾവ്, ഏതെങ്കിലും ഒരാൾക്ക് ഉത്തരം കിട്ടുക, അപ്പോഴാണ് ഇത് സോൾവ് എന്ന് പറയും. എയ്തർ എക്ക് ആൻസർ ശരിയാവാം, ബിക്ക് തെറ്റാം. എയ്തർ നേരെ തിരിച്ചാവാം, എക്ക് തെറ്റാം, ബിക്ക് ശരിയാവാം. ചിലപ്പോൾ 2 പേർക്ക് ശരിയാവും, ചിലപ്പോൾ 2 പേർക്ക് തെറ്റാം. സോറി, ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത് വരിക, പ്രോബ്ലം ഈസ് സോൾവ് വരിക അല്ലേ. ഒന്നുകിൽ എക്ക് ശരിയാവാം, ബിക്ക് തെറ്റാം, എക്ക് തെറ്റാം, ബിക്ക് ശരിയാവാം, എക്ക് തെറ്റാം, സോറി എക്കും ബിക്കും ശരിയാവും. സോ ദീസ് ആർ ദി 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസ് എടുക്കുന്നതിന് പകരം ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്താ? 1 മൈനസ് പി ഓഫ് നോട്ട് ഗെറ്റിംഗ് സോൾവ്, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് നോട്ട് ഗെറ്റിംഗ് സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും തെറ്റുന്നു, ബിക്കും തെറ്റുന്നു. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ. എ പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന കുട്ടി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു അല്ലേ. അപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാനുള്ള ചാൻസ് കേട്ടോ, കിട്ടാതെ വരാനുള്ള ചാൻസ്. സോ പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്ന കുട്ടിക്ക് തെറ്റാനുള്ള ചാൻസ് ആണ് ബി കോംപ്ലിമെന്റ് അല്ലേ. ഓക്കെ, സിൻസ് ദേ ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വിൽ ബി 1 മൈനസ് യെസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണല്ലോ. സോ 1 മൈനസ് what is p of a complement? p of a complement എന്ത് വരും? p of a 1/2 ആണ് അല്ലേ. അപ്പോൾ a complement will be 1/2 itself into what is p of b? p of b 1/3 ആണ് അല്ലേ. അപ്പോൾ എന്താ p of b complement വരിക? p of b complement will be 1 minus 1/3, that is 2/3 ആണല്ലോ. ഈ 2 ക്യാൻസൽ ചെയ്യാലോ. So get it 1 minus 1/3, that is equal to 2/3. Okay, so probability of problem getting solved is 2/3. Okay, question clear ആണോ? question clear ആണോ? ശ്രദ്ധിക്കുക, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോ സോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ് ആൻഡ് എൻ്റെ അടുത്ത് 2 കുട്ടികളുണ്ട്, എയും ബിയും അല്ലേ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ സോൾവ്ഡ് ബൈ എ, ആ ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന കുട്ടി സോൾവ് ചെയ്യാനുള്ള ചാൻസസ് 1/2. ഓക്കെ, പ്രോബിലിറ്റി ദാറ്റ് ആ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്ന കുട്ടി സോൾവ് ചെയ്യാൻ ചാൻസസ് 1/3. ആൻഡ് ദേ ആർ ഇൻഡിപെൻഡൻ്റ്ലി ആണ് ചെയ്യുന്നത്, അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഇയാളുടെയും പ്രോബിലിറ്റി ഇറ്റ് നെവർ എഫക്ട്സ് ദാറ്റ് ഇഫ് യു ഗെറ്റ് ദി ആൻസർ, ഇയാളുടെ പ്രോബിലിറ്റി മാറില്ല കേട്ടോ. അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ ബേസിക്സ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കേണ്ടത് പ്രോബ്ലം ഈസ് സോൾവ്ഡ് അല്ലേ. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എനിക്കിവിടെ 2 മക്കളുണ്ട് അല്ലേ, എ ബി. ഒന്നുകിൽ എക്ക് ആൻസർ കിട്ടാം, ബിക്ക് തെറ്റാം, അപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്തു. ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ എ ബി എടുക്കുന്ന സമയത്ത് എക്ക് തെറ്റാം, ബിക്ക് ശരിയാണ്. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ എന്താ കണ്ടീഷൻ? 2 പേർക്കും എന്താവും? ശരിയാവും. ഈ 3 കേസിലും എന്താണ് പ്രോബബിലിറ്റി? യെസ്, ഈ 3 കേസിലും എന്താണ്? എൻ്റെ പ്രോബ്ലം ഈസ് സോൾവ്ഡ് ആണ് അല്ലേ. ഇയാൾക്ക് ഉത്തരം കിട്ടി, ഇയാൾക്ക് ഉത്തരം കിട്ടി, ഇവിടെ 2 പേർക്ക് ഉത്തരം കിട്ടി. എനിക്ക് ഉത്തരം ആൻസർ ശരിയായി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, സോ പ്രോബ്ലം ഈസ് സോൾവ്ഡ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രോബ്ലം സോൾവ്ഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് സോൾവ്ഡ് അല്ലേ. ഓക്കെ, നോട്ട് ഗെറ്റിംഗ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കും തെറ്റുന്നു, ബിക്കും തെറ്റുന്നു അല്ലേ. ദാറ്റ് ഈസ് പി ഓഫ് എ എന്ന് പറയുന്നത് എക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പി ഓഫ് ബി ബിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. സോ നോട്ട് ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, സിൻസ് ദേ ആർ ഇൻഡിപെൻഡന്റ് വി ക്യാൻ മൾട്ടിപ്ലൈ ദി പ്രോബബിലിറ്റീസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിങ്ങനെയല്ല, ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ എന്താ പ്രോബബിലിറ്റി വരിക? യെസ്, ഇവരുടെ എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. ഇതാണല്ലോ 3 കണ്ടീഷൻസ് പ്രോബ്ലം സോൾവ്ഡ് അല്ലേ. എന്താ? പി ഓഫ് എ ബി കോംപ്ലിമെന്റ് അല്ലേ. എക്ക് ഉത്തരം കിട്ടുന്നു എന്നാൽ പ്രോബബിലിറ്റി ഈസ് 1/2 ഇൻറ്റു പി ഓഫ് ബി, ബിക്ക് ഉത്തരം തെറ്റിപ്പോകുന്നു, ബിക്ക് ഉത്തരം ശരിയാണെന്നത് 1/3 ആണെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് എന്താ? 2/3, 1 മൈനസ് 1/3 അല്ലേ. പ്ലസ് പി ഓഫ് എക്ക് തെറ്റുന്നു അല്ലേ, എക്ക് ശരിയാണ് ചാൻസ് 1/2 ആണ്, തെറ്റാണ് ചാൻസ് 1/2. ബിക്ക് ശരിയാണ് ചാൻസ് 1/3. 2 പേർക്കും ശരിയാണ് ചാൻസ് 1/2 ഇൻറ്റു 1/3. സെക്കൻഡ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/3
1/6 1/6 6 കോമൺ ആക്കി എടുത്തതാണ് 3 എന്ത് വരും 2 + 1 + 1 that is 4/6 കട്ട് ചെയ്തതിനെ we get as 2/3 സെയിം ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചധികം ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കൊരു കൺസെപ്റ്റ് പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഏതൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ആൻസർ ഇസ് സി. ഓക്കെ, നൗ ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പോർഷൻ exactly one of them solves the problem. exactly one of them solves the problem അല്ലേ? exactly one of them എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയോ ബിയോ ഏതെങ്കിലും ഒരാൾ സോൾവ് ചെയ്യുക അല്ലേ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് exactly one solves എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻ വരും അല്ലേ? ഒന്നെന്താ കണ്ടീഷൻ? യെസ്, പി ഓഫ് എ ബി കോംപ്ലിമെന്റ് അല്ലേ? ദാറ്റ് മീൻസ് എന്താ അർത്ഥം? എ എന്ന് പറയുന്ന ആള് സോൾവ് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആൾക്ക് തെറ്റുന്നു. ഓക്കെ, ഓർ അതർവൈസ് പി ഓഫ് എന്ത് വരാം? എ കോംപ്ലിമെന്റ് ബി. എ കോംപ്ലിമെന്റ് ബി എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്ന ആൾക്ക് തെറ്റുന്നു, ബി എന്ന് പറയുന്ന ആൾക്ക് ശരിയാവും. എക്സാക്ട്ലി വൺ ഒരാൾക്കേ സോൾവ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ഈ കേസിനകത്ത് എ ആണ് സോൾവ് ചെയ്യുന്നത്, ഈ കേസിനകത്ത് ബി ആണ് സോൾവ് ചെയ്യുന്നത് അല്ലേ? സോ വാട്ട് വിൽ ബി ദി പ്രോബബിലിറ്റി ഹിയർ? ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അല്ലേ? സോ എ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കേട്ടോ. എ കോംപ്ലിമെന്റ് ബി എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇന്റർസെക്ഷൻ ഞാൻ എഴുതാത്തത് ഇങ്ങനെ സ്പീഡിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ്. യെസ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ എയുടെയും ബിയുടെയും പ്രോബബിലിറ്റി ഇറ്റ് വിൽ ബി എയുടേത് 1/2, നോട്ട് ബി എത്ര വരും? 2/3 പ്ലസ് നോട്ട് എയുടെ പ്രോബബിലിറ്റി is 1/2, നോട്ട് എയുടെ പ്രോബബിലിറ്റി 1/2, ബിയുടെ പ്രോബബിലിറ്റി is 1/3. സോ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ that will get 1/3 plus 1/6, that is 6 ഡിവൈഡ് കോമൺ എടുത്തു കഴിഞ്ഞാൽ that is 2 + 1 അല്ലേ? 2 + 1 that is 3/6 and getting it as 1/2. 1/2 is the probability that exactly 1 solves the problem. Okay, okay, we can move to our 15th question. 13.2 ലെ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആൻഡ് ഈ ക്വസ്റ്റ്യനകത്ത് one card is drawn at random from a well shuffled deck of 52 cards. 52 കാർഡുള്ള പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് ഞാൻ ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ആർ ദി ഇവന്റ്സ് ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡന്റ്? കേട്ടോ, അപ്പോൾ അതിന് താഴെ ഒരുപാട് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 സബ് ക്വസ്റ്റ്യൻസിൽ ഓരോ സബ് ക്വസ്റ്റ്യനിലും രണ്ട് ഇവന്റ്സ് തന്നിട്ടുണ്ട്, ഇയും എഫും തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ചെക്ക് വെദർ ഏതൊക്കെ ഇൻസ്റ്റൻസിലാണ് ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് സെറ്റ് ഇ. ഇവന്റ് ഇ എന്താണ്? കാർഡ് ഡ്രോൺ ഈസ് spade. Card drawn is spade. F is the event such that card drawn is an ace. Okay, അപ്പോൾ നമ്മുടെ പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഞാനൊരു കാർഡ് വലിക്കുകയാണ്. ഓക്കെ, and that is my experiment, that is my random experiment. ഞാൻ അതിന് അസോസിയേറ്റഡ് ആയിട്ട് രണ്ട് ഇവന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവന്റ് ഇ ഈസ് കാർഡ് ഡ്രോൺ ഈസ് സ്പേഡ് ആൻഡ് ഇവന്റ് എഫ് ഈസ് കാർഡ് ഡ്രോൺ ഈസ് ആൻ ഏസ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് ദേ ആർ ഇൻഡിപെൻഡന്റ്, ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ, ഇ ആൻഡ് എഫ് ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഈസ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. This is our concept. Independent ആണെങ്കിൽ P of E into P of F will be equal to P of E intersection F. Okay, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. എന്താ probability of E വരിക? Probability of E, that is probability of getting a spade card. 52 കാർഡുകളുണ്ട് അല്ലേ? ടോട്ടൽ there is 52 cards അല്ലേ? അതിൽ നിന്ന് ഒരു സ്പേഡ് കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? That is probability കണ്ടുപിടിക്കുക. Total number of favorable outcomes divided by actual number of total number of outcomes അല്ലേ?
ഫേവറബിൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം അതായത് ഒരു കാർഡ് ഡെക്ക് ഓഫ് കാർഡിൽ നമുക്ക് 52 ഔട്ട്കംസ് ഉണ്ട്, 52 കാർഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആരാണ് ഇവിടെ ഇ എന്ന് പറയുന്നത് കാർഡ് ഡ്രോൺ ഈസ് സ്പേഡ്. എത്ര സ്പേഡ് കാർഡ് ഉണ്ട്? there is എത്ര സ്പേഡ് കാർഡ് ഉണ്ട്? സ്പേഡ് കാർഡ് there is 13 സ്പേഡ് കാർഡ്സ് അല്ലേ? 13 സ്പേഡ് കാർഡ്സ്, that is 1/4 കട്ട് ചെയ്തില്ല. what is probability of f? probability of f എന്താണ്? the card drawn is an ace. card drawn is an ace, that is മൊത്തം 52 കാർഡിൽ ഒരു ഏസ് കാർഡ് കിട്ടാനുള്ള ചാൻസ് അല്ലേ? മൊത്തം എത്ര ഏസ് കാർഡ് ഉണ്ട്? യെസ്, there are 4 ഏസ് കാർഡ്സ് ഉണ്ട്, 4 ഏസ് കാർഡാണ് അല്ലേ? സോ എൻ്റെ പ്രോബിലിറ്റി എന്തായാലും 1/30. Now what will be the probability of E intersection F? അതായത് മൊത്തം എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട് അല്ലേ? അത് ഇവന്റ് E നടക്കും വേണം, ഇവന്റ് F നടക്കും വേണം. that is E and F should occur together. അതായത് ഞാൻ എടുക്കുന്ന കാർഡ് at the same time സ്പേഡ് ആവണം, at the same time ഏസും ആവണം അല്ലേ? at the same time സ്പേഡ് ആവണം, ഏസും ആവണം എന്ന് പറഞ്ഞാൽ there is only one card. അങ്ങനെ ഒരൊറ്റ കാർഡേ ഉള്ളൂ അല്ലേ? that is 1/52 ആണ് എന്ത് വരിക? P of E intersection F. ഈ ചെക്ക് ചെയ്ത് നോക്കുക. what is P of A into P of B? P of A into P of B ചെക്ക് ചെയ്ത് നോക്കുക. what is P of A into P of B? that is 1/4 into 1/13. എത്ര കിട്ടും നമുക്ക്? 1/52 which is equal to P of A intersection B അല്ലേ? P of A into P of B നമുക്ക് എന്ത് കിട്ടി? ഞാൻ A B എന്ന് എഴുതാം അല്ലേ? P of E, P of B, P of F is equal to P of E intersection F എന്ന് കിട്ടി. that means they are independent അല്ലേ? E F എന്ന് പറയുന്ന രണ്ട് ഇവന്റ്സ് they are independent. okay, now സെക്കൻഡ് സെറ്റിലേക്ക് കടക്കാം. സെക്കൻഡ് സെറ്റ് എന്താ പറയുന്നത്? രണ്ട് ഇവന്റ്സ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഇവന്റ്സ് E and F, രണ്ട് ഇവന്റ്സ് പറഞ്ഞിട്ടുണ്ട്. they are yes. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, the card drawn is black അല്ലേ? ഞാൻ എടുക്കുന്ന കാർഡ് എന്താണ്? ബ്ലാക്ക് കാർഡാണ്. and F is even, the card drawn is king. okay, അപ്പോൾ ഹിയർ ഓൾസോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്യാം. വാട്ട് വിൽ ബി ദ പ്രോബിലിറ്റി ഓഫ് ഇ? മൊത്തം 52 കാർഡ്, ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് is 52. now here നമ്മൾ ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് എഴുതുന്നത് അല്ലേ? ഇവിടെ ഇ എന്ന് പറയുന്നത് കാർഡ് ഈസ് ബ്ലാക്ക്. അപ്പോൾ എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് നമുക്ക്? 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. സോ 1/2 will be the probability. what is probability of F? the card is king അല്ലേ? മൊത്തം 52 കാർഡ്, അതിൽ എത്ര കാർഡാണ് മക്കളെ കിങ് ആയിട്ടുള്ളത്? നമുക്കറിയാം സ്പേഡിൽ ഒരു കിങ്, ഡയമണ്ടിൽ ഒരു കിങ്, ഹാർട്ടിൽ ഒരു കിങ്, ക്ലബിൽ ഒരു കിങ്, മൊത്തം 4 കിങ്ങുകൾ അല്ലേ? that is 4/52, that is 1/13. P of E intersection F, ഇയും എഫും ഒരുമിച്ച് നടക്കണം. that is ഞാൻ എടുക്കുന്ന കാർഡ് at the same time ബ്ലാക്കും ആയിരിക്കണം, at the same time എന്തായിരിക്കണം? കിങ്ങും ആയിരിക്കണം അല്ലേ? അങ്ങനെ ബ്ലാക്കും ആവണം കിങ്ങും ആവണം എന്ന് പറഞ്ഞാൽ there are 2 cards. നമുക്കത് ഒന്ന് ക്ലബിലുണ്ടാവും അല്ലേ? ഈ ചിഹ്നത്തിൽ ഒരു കാർഡ് ഉണ്ടാവും, ഇത് ചിഹ്നത്തിൽ ഒരു കിങ് ഉണ്ടാവും, അതുപോലെ യെസ് ഈ ചിഹ്നത്തിൽ ഒരു കിങ് ഉണ്ടാവും, സ്പേഡിനകത്തൊരു ചിഹ്നമാണ്, സ്പേഡിനകത്തൊരു കിങ് ഉണ്ടാവും അല്ലേ? that is 2/52. 2/52 is nothing but 1/13. okay, now check ചെയ്ത് നോക്കുക. P of E into P of F ചെക്ക് ചെയ്ത് നോക്കുക. P of E into P of F എത്ര വരുന്നത്? P of E into P of F is here 1/26 അല്ലേ? 1/2 into 1/13 we get as 1/26. okay, so here also നമുക്ക് E intersection F ന്റെ probability is equal to P of E into P of F. that means E and F are independent. and our last question, ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതും ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, event E is, the card drawn is king or queen. the card drawn is queen or jack. the card drawn is queen or jack. okay, so ശ്രദ്ധിക്കാം. what is probability of E? we know മൊത്തം total number of cards is 52 and favorable amount of outcomes according to event E,
ദാറ്റ് ഈസ് കിങ് ഓർ ക്യൂൻ അല്ലേ? ഒരു ഡെക്ക് ഓഫ് കാർഡ് എടുത്ത് കഴിയുമ്പോൾ എത്ര കിങ്ങും എത്ര ക്യൂനും ഉണ്ടാവും? നേരത്തെ പറഞ്ഞു 4 കിങ് ഉണ്ടാവും, അതുപോലെ എത്ര ഉണ്ടാവും? 4 ക്യൂനും ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് 8/52. 8/52 നമ്മളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി 4 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ജസ്റ്റ് 2/13. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എഫ്? ക്യൂൻ ഓർ ജാക്ക്? സിമിലർലി കിങ്ങും ക്യൂനും പറഞ്ഞ പോലെ തന്നെ ക്യൂനും ജാക്കും അല്ലേ? ഓരോ കളറിലും നമുക്ക് ഓരോ ക്യൂൻ ഉണ്ടാവും. യെസ്, ഈ രണ്ട് സിമ്പിളിൽ നമുക്ക് ഓരോ ക്യൂൻ ഉണ്ടാവും. ആൻഡ് ഈ രണ്ട് സിമ്പിൾ ഈ രണ്ട് സിമ്പിളിൽ നമുക്ക് എന്തുണ്ടാവും? ഓരോ ക്യൂൻ ഉണ്ടാവും. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂൻ ഈസ് 4 ക്യൂൻ. അതുപോലെ തന്നെ 4 ജാക്ക്. സോ പ്രോബബിലിറ്റി ഈസ് 8/52 വിച്ച് ഈസ് 2/13. വാട്ട് ഈസ് ഇ ഇന്റർസെക്ഷൻ എഫ്? അതായത് ഈ സെറ്റിനകത്ത് എന്തുണ്ടാവുക? ഈ സെറ്റിനകത്ത് ഈ സെറ്റ് എടുക്കുന്ന സമയത്ത് 8 കിങ്ങിന്റെ കാർഡ് ഉണ്ടാവും അല്ലേ? സോറി, 4 കിങ്ങിന്റെ കാർഡും ഉണ്ടാവും, 4 ക്യൂവിന്റെ കാർഡും ഉണ്ടാവും. 4 ക്യൂവിന്റെ കാർഡും ഉണ്ടാവും. ഈ സെറ്റ് എടുക്കുന്ന സമയത്തോ ഈ സെറ്റിനകത്ത് ക്യൂൻ ഓർ ജാക്ക്, ദാറ്റ് മീൻസ് 4 ക്യൂവിന്റെ കാർഡും ഉണ്ടാവും, 4 ക്യൂവിന്റെ കാർഡും ഉണ്ടാവും. യെസ്, 4 ജാക്കിന്റെ കാർഡും ഉണ്ടാവും അല്ലേ? ഇതിന് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ, ഇതിന് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാർ ആരാ? ദാ ക്യൂൻ അല്ലേ? സോ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ക്യൂൻ അല്ലേ? ഇപ്പൊ ക്യൂൻ കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് ഔട്ട് ഓഫ് 52 എത്ര ക്യൂൻ ഉണ്ട്? ദർ ഇസ് 4 ക്യൂൻസ് അല്ലേ? ദാറ്റ് ഈസ് 1/13. ഓക്കെ, നൗ ചെക്ക് ചെയ്യാം പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ത് വരും? യെസ്, 2/13 into 2/13 അല്ലേ? ദാറ്റ് ഈസ് 4/169 അല്ലേ വരുന്നത്? 1/13 ആണോ വരുന്നത്? അല്ല അല്ലേ? സോ ദാറ്റ് മീൻസ് they are not independent അല്ലേ? ഇയും എഫ് എന്തായാലും ഇൻഡിപെൻഡന്റ് അല്ല. ഇവിടെ നമുക്ക് 1/13 കിട്ടിയത്, ഹിയർ വി ഗെറ്റ് 4/169 അല്ലേ? സോ they are not equal. അതുകൊണ്ട് എന്തല്ല, they are not independent. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ എക്സർസൈസ് 13.2. 2-3 ക്വസ്റ്റ്യൻസ് ആണ് സ്കിപ്പ് ചെയ്തിരുന്നു, 4 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു സെക്ഷനകത്ത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓക്കെ, ആ ഒരു ബേസ് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന ഫെയർ അമൗണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ വി മൂവ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ബേസ് തിയറം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ബേസ് തിയറം.